ഹായ് പുഗേസ്. അപ്പോൾ വീഡിയോയിലേക്ക് പോകുന്നേക്കാൾ മുമ്പ് ഞാൻ രണ്ട് കാര്യങ്ങൾ പറയാം. ഒന്നാമത്തെ കാര്യം, നമ്മളിപ്പോൾ ഒരു ചാനൽ തുടങ്ങിയിട്ടുണ്ട്. അവിടെ ഡിഫറെൻറ്റ് ഷിപ്സ് മാത്രമേ ഉണ്ടാവുള്ളൂ. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ തേക്കുക്കും ജീക്കുക്കും ഒഴിച്ച് ബാക്കി എല്ലാ ഷിപ്സും അവിടെ ഉണ്ടാവും. അതിൻ്റെ ഫോട്ടോ ആണ് ഞാൻ കൊടുത്തേക്കുന്നത്. ലിങ്ക് വേണമെങ്കിൽ ഞാനത് കമൻറ്റ് ബോക്സിൽ പിൻ ചെയ്ത് വെക്കാം. രണ്ടാമത്തെ കാര്യം, ഇൻസ്റ്റയിൽ ഞാനൊരു ബ്രോഡ്കാസ്റ്റ് ചാനൽ ഗ്രൂപ്പ് തുടങ്ങിയിട്ടുണ്ട്. അതിൽ എനിക്ക് മാത്രമേ മെസ്സേജ് ഇടാൻ പറ്റുള്ളൂ. നിങ്ങൾക്ക് റിയാക്ഷൻ ഇടാനേ സാധിക്കൂ. അത് വേണ്ടവർക്ക് അവിടെ അടിയിൽ ജിൻസിസ്റ്റർ അപ്ഡേറ്റ്സ് എന്ന് പറഞ്ഞിട്ട് എൻ്റെ പ്രൊഫൈലിൽ കയറുമ്പോൾ കാണാൻ പറ്റും. അതിൽ ജോയിൻ കൊടുത്തിട്ടുണ്ടെങ്കിൽ നേരെ ആ ഗ്രൂപ്പിലോട്ട് കയറും. താല്പര്യമുള്ളവർക്ക് വന്ന് ജോയിൻ ചെയ്യാവുന്നതാണ്. അപ്പോൾ നമുക്ക് സ്റ്റോറിലോട്ട് കിടക്കാം. ഫോൺ എടുക്ക്. എണീക്കടാ, പോയി ഫോൺ എടുക്ക്. അച്ഛനോ? ഹലോ അച്ഛാ. എന്റെ കുഞ്ഞ് ഉറങ്ങായിരുന്നോ? അയ്യോ, അച്ഛൻ ശല്യപ്പെടുത്തിയോ? ഇല്ല അച്ഛാ, അച്ഛൻ പറഞ്ഞു. എന്താ വിളിച്ചേ? അതല്ല കുഞ്ഞാ, അമ്മ ചോദിച്ചേ നീ എന്നാ വരണേന്ന്. കൊറേ ആയില്ലേ പോയിട്ട്? അതമ്മ ചോദിച്ചതായിരിക്കില്ല, അച്ഛൻ തന്നെ ആയിരിക്കുമല്ലേ? അല്ലടാ, അമ്മ തന്നെയാ. അതെനിക്ക് മനസ്സിലായി. എന്തായാലും അടുത്ത ആഴ്ച ഞാൻ വരണുണ്ട് അച്ഛാ. അതെയോ? എന്നാ ഡേറ്റ്? സമയം പറ, ഞാൻ വണ്ടിയും കൊണ്ട് എയർപോർട്ടിൽ വരാം. അതൊക്കെ കൃത്യമായിട്ട് ഞാൻ വരുന്ന ദിവസം പറയാം. ഓ ആയിക്കോട്ടെ. ദിനേശ് ഏട്ടാ, എടൊന്ന് ഹോൾഡ് ചെയ്യണേ, അപ്പുറത്ത് അപ്പു വന്നിക്കുന്നു. അച്ഛാ. എന്താ അപ്പു? അബിയേട്ടൻ ഇന്ന് കുറച്ച് ഓവറാ. ഞങ്ങൾ വീട്ടിൽ പോകാൻ പറഞ്ഞിട്ട് എണീക്കാൻ കൂടി കഴിയുന്നില്ല. ഏട്ടൻ എങ്ങനെയെങ്കിലും ഒന്ന് കൊണ്ടുപോകണം. ഓ ഈവൻ. നീ പോ, ഞാൻ അങ്ങോട്ട് വന്നോളാം. ശരി. ഹലോ കുഞ്ഞാ. എന്ത് പറ്റിയച്ചാ? ഇനി ഇതിൽ കൂടുതൽ എന്തു പറ്റാൻ? നിന്റെ ഫേവറേറ്റ് ചാച്ചൻ അടിച്ച് ബോധം പോയി കള്ളുഷാപ്പിൽ കിടക്കുന്നുണ്ട്. പോയി എന്നോട് കൊണ്ടുവരാൻ പറഞ്ഞേക്കുവാ. ഓ, ചാച്ചന് ഇതൊന്നും നിർത്താനായില്ല അച്ഛാ. നിർത്താൻ? ചാവാൻ കിടക്കുമ്പോ തള്ള പറഞ്ഞത് കേട്ടിട്ടില്ല. അപ്പോഴാ കാര്യമായിട്ടൊന്ന് ഇരുത്തി സംസാരിച്ച തീരാന്ന് പ്രശ്നമല്ലോ ഉള്ളു അച്ഛാ. എന്ത് കാര്യം സംസാരിക്കണ? അവനോടൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. അവന്റെ ബോധമൊക്കെ പോയി കിടക്കുവാ. നിങ്ങൾ തമ്മിലുള്ള പ്രശ്നം എനിക്ക് എന്താന്ന് കൂടി അറിയില്ല. പക്ഷെ എന്തായാലും ഞാൻ അവിടെ വന്നിട്ട് എന്റെ ചാച്ചനെ മാറ്റിയെടുക്കും. ശ്രമിക്ക്. ഒരുപാട് പേര് മാറ്റാൻ നോക്കിയതാ, എന്നിട്ടും മാറിയിട്ടില്ല. എന്തായാലും ഞാൻ എന്നാ പോട്ടെ, അവനെ കൊണ്ടുവരണം. അച്ഛൻ ചെല്ലേ. പിന്നെ ഞാനൊരു കാര്യം പറയാൻ വിട്ടുപോയി. എന്താ അച്ഛാ? അല്ലടാ, വരുമ്പോ കല്യാണം ഒന്ന് കഴിക്കണ്ടേ? പ്രായം കുറച്ചായേ. അത് ഞാൻ ആലോചിക്കാം അച്ഛാ. എനിക്ക് കുറച്ച് സമയം വേണം. ഓ, എത്ര വേണം എടുത്തോ, പക്ഷേ വയസ്സ് കൂടുന്ന കാര്യം മറക്കണ്ട. ഇല്ല അച്ഛാ, ശരി എന്നാ. ആടാ ശരി. എന്താ അച്ഛൻ വിളിച്ചേ? ചുമ്മാ എന്നാ അങ്ങോട്ട് ചെല്ലണെന്ന് ചോദിക്കാനാ. അതിൻ്റെ ഇടയിൽ പിന്നെ കല്യാണക്കാരും എടുത്തിട്ട്. എടാ, ഇങ്ങനെ പോയിട്ടുണ്ടെങ്കിൽ നമ്മുടെ കാര്യം എന്തെങ്കിലും. എൻ്റെ ആരു, നമ്മൾ ആദ്യം അമ്മായത്തിലൊന്ന് സംസാരിച്ചു നോക്കും. എന്നിട്ടും അച്ഛനും അമ്മയ്ക്ക് അത് പിടിച്ചില്ലെങ്കിൽ നമ്മൾ അവിടെ നിന്ന് ഇറങ്ങിപ്പോരും. പിന്നെ ഇവിടെ തന്നെ സെറ്റിലേ. ഇവിടേക്കാൾ നല്ല ഫ്രീഡമുള്ള സ്ഥലം നമുക്ക് വേറെ എവിടെ കിട്ടാനുമില്ല. അവരെന്തായാലും പൂർണ്ണമായി നമ്മളെ ആക്സെപ്റ്റ് ചെയ്യാൻ പോകുന്നില്ലടാ. അപ്പൊ ഇത് തന്നെ ആശ്രയം. ശരി എന്നാവാ. പിന്നെ വേറൊരു ടോപ്പിക്കും കൂടി പറയുന്നുണ്ടായിരുന്നല്ലോ, ചാച്ചനോ അങ്ങനെയോ? അതെന്റെ അച്ഛൻ്റെ അനിയനാ. പുള്ളിക്ക് എന്തു പറ്റി? കുടിയനാ, മുഴുകുടിയൻ. കുടിച്ച് കിഡ്നി ലിവറൊക്കെ ഉണ്ടോന്ന് ദൈവത്തിനറിയാം. എടാ, അങ്ങനൊരു കഥാപാത്രത്തെ കുറിച്ച് ഇത്ര വർഷത്തിനിടെ നീ ഒന്നും പറഞ്ഞിട്ടില്ലല്ലോ. മനഃപൂർവ്വം പറയണ്ടാടാ. പറയാൻ നിന്നിട്ടുണ്ടെങ്കിൽ എനിക്ക് സങ്കടം. പിന്നെ അതുകൊണ്ട് ഞാൻ മിണ്ടാണ്ടിരിക്കുന്നത്. എന്താടാ, ചാച്ചന് എന്താ പറ്റിയത്? വല്ല പ്രണയ നൈരാശ്യ? അറിയില്ലടാ, ഞാൻ ജനിച്ചെന്ന മുതൽ കാണുന്നതാ ചാച്ചൻ ഈ കുടി. അതുകൂടാണ്ട് അച്ഛനായിട്ടുള്ള വഴക്കും. അച്ഛനും ചാച്ചനും എന്തിനാ അടി ഉണ്ടാക്കുന്നതെന്ന് പലപ്പോഴും ഞാൻ അവരോട് ചോദിച്ചിട്ടുണ്ട്. അപ്പോഴൊക്കെ രണ്ടുപേരും പറയാൻ കൂട്ടാക്കാറില്ല. പിന്നെ ചാച്ചൻ എന്നെന്ന് വെച്ചാൽ ഭയങ്കര ജീവനാ. എന്നുവെച്ചാ എന്റെ അച്ഛൻ എന്നെ നോക്കണേക്കാൾ കൂടുതൽ നന്നായി ചാച്ചൻ എന്നെ നോക്കും. ആകെ എന്റെ ചാച്ചന്റെ നെഗറ്റീവ് എന്ന് പറയുന്നത് ഈ കൂടി മാത്രം. അതെനിക്ക് എന്തായാലും ഇപ്രാവശ്യം മാറ്റിയേ പറ്റൂ. നിന്നെ കൊണ്ട് തീർച്ചയായും പറ്റൂടാ. ശ്രമിക്കും ഞാൻ. പിന്നെ നമ്മ പോകുമ്പോ വേദനയും കൊണ്ടുപോകണം. അവളുണ്ടോ? കൊറേ പറയുന്നു നിന്റെ നാടും നാട്ടുകാരെ അച്ഛനും അമ്മേനൊക്കെ കാണണമെന്ന്. അപ്പൊ അവളെ കൂട്ടാം. അവളുണ്ടെങ്കിൽ ഭയങ്കര എൻജോയ്മെന്റ് അല്ലേ? പിന്നെ അല്ലാതെ ആ വായാടിനെ കൊണ്ടുപോകണം എന്തായാലും ഞാൻ വിചാരിച്ചിട്ടുണ്ട്. അപ്പൊ ഞാൻ ബാഗൊക്കെ പാക്ക് ചെയ്യട്ടെ. വെയിറ്റ് പോയല്ലേ ചെക്ക, ഒരു ഉമ്മ എന്നിട്ട് പോടാ. എടാ തന്നിട്ട് പോടാ. ഓ ഇവൻ
എന്റെ പൊന്നാബി, നീ ഒന്ന് എഴുന്നേറ്റ് കുത്തിരിക്കടാ. മദ്യക്കോപ്പയിൽ അവസാന തുള്ളി പോലെ തുടിഞ്ഞുപോയ നീ എൻ്റെ ജീവിതത്തിൽ കുപ്പിയിൽ ഒതുക്കുവാനായില്ല നിന്നെ. പക്ഷെ മനസ്സിന്റെ അടുക്കളയിൽ വീണു തകർന്നു. എടാ ഒന്ന് നിർത്തട ചെക്ക. രാമേട്ടാ, ഹാ നീ വന്നോ? വേഗം ഇതിനെ കൊണ്ടുപോയേ, ഇല്ലെങ്കിൽ ഞാൻ ഇപ്പൊ ഇവനെ കൊല്ലും. അബി ഇങ്ങോട്ട് എനിക്ക് വന്നേടാ നീ. രാമേട്ടാ, നോക്കൂ ആരാ വന്നിരിക്കുന്നേന്ന്. ഈ നാടിന്റെ അഭിമാനമല്ലേ അഭിമാനം. എന്തിനാണോ അടിയൻ ഈ പാവപ്പെട്ടവനെ കൊണ്ടുപോകാൻ വന്നത്? ഞാൻ നിങ്ങൾക്കൊരു ശല്യമല്ലേ? നിങ്ങൾക്ക് വേദന മാത്രം തരാൻ കഴിയുന്നൊരു സഹോദരൻ. അപ്പോൾ എന്നെ നിങ്ങൾ കൊണ്ടുപോകേണ്ട യാതൊരു ആവശ്യവും നിങ്ങൾക്കില്ല. ഓ ശരത്തെ, നീ അവനെടുത്തേ. ആ വേണ്ട, എന്നെ ആരും തൊടേണ്ട യാതൊരു ആവശ്യവുമില്ല. എനിക്ക് ഇവിടെ പണം കൊടുത്ത് കുടിക്കാമെങ്കിൽ സ്വന്തം കാലിൽ നടന്നു പോവാൻ ആരുടെ ആവശ്യം എനിക്കില്ല. എന്നാ പിന്നെ കൂടി കഴിഞ്ഞാൽ നേരെ കുടുംബത്തിൽ കയറണം, അല്ലാതെ ഇവിടെ കിടക്കല്ല വേണ്ടത്. നിങ്ങളുടെ കുടുംബത്തിലല്ലോ ഞാൻ കിടക്കുന്നത്. പൊതുസ്ഥാപനമായ ഒരു കള്ള് ഷാപ്പല്ലേ ഇത്. ഇവിടെ കിടക്കാനും കുടിക്കാനും എന്തിന് ഛർദിക്കാൻ വരെ ഞങ്ങൾക്ക് അധികാരമുണ്ട്. 10 മണി കഴിഞ്ഞാൽ അതിവിടെ ഇല്ല. നീ ഇറങ്ങി പോയടാ. രാമേട്ടാ, അപ്പൊ നിങ്ങളും എന്നെ ഇപ്പൊ തള്ളി പറയുവാണല്ലേ? കൂടി നിന്നു ചതിച്ചവർ, വാക്കുകളിൽ തേനൊഴിച്ചത്, പിറകിൽ വേദനകളെ വിതറി കനിഞ്ഞ മുഖം ധരിച്ചു, നേരിൽ കൈപിടിച്ചു നിന്നവരും നിഴലിൽ കത്തി കയറ്റിയവരുമായിരുന്നു. അച്ഛാ വാ അച്ഛാ, നമുക്ക് വീട്ടിൽ പോവാം. എന്തിനാ മറ്റുള്ളവരുടെ മുമ്പിൽ ഇങ്ങനെ കോമാളിയാവുന്നത്? അച്ഛൻ്റെ കണ്ണം പറഞ്ഞ അച്ഛൻ കേൾക്കും. പിന്നെ നീ പറഞ്ഞത് ശരിയാ, അച്ഛൻ ജനിച്ചത് മുതൽ കോമാളിയല്ലേ എല്ലാവരുടെ കണ്ണിലും. വാട മോനെ പോവാം. അവൻ്റെ മുഖം ഒരു വേഷം മാത്രമായിരുന്നു, അതോ ജീവിതം തന്നെയോ നാടകമാക്കിയത്? നഷ്ടം ചിരിയിൽ നശിപ്പിക്കാൻ പഠിച്ചവൻ, ചിരിയോടെ തന്നെ നിരന്തരം ചതിക്കപ്പെട്ടവൻ, അതല്ലേ കണ്ണാ കോമാളി? അതെ വാ. ദിനേശ്, നിന്നെ ഉപദേശിക്കാൻ ഞാൻ ആരുമല്ല. പക്ഷെ ഒരു കാര്യം ഞാൻ പറയാം. ആ പോയവനുണ്ടല്ലോ, ഒരു കാലത്ത് ഈ നാടിൻ്റെ എല്ലാമായിരുന്നു. അവൻ ഇപ്പം ഈ കോലത്തിലായിട്ടുണ്ടെങ്കിൽ അത് നിങ്ങളുടെ കുടുംബത്തിൽ നടന്ന എന്തോ ഒരു പ്രശ്നമാണ്. ചേട്ടൻ അനിയനും തമ്മിൽ എന്ത് അടിപിടിയോ ഉണ്ടായിക്കോട്ടെ, അതിൻ്റെ ഇടയിൽ നീ അവൻ്റെ ആരോഗ്യം കൂടി ശ്രദ്ധിക്കണം. ഇപ്പം ഈ ലോകത്ത് നിന്റെ രക്തമെന്ന് പറയാൻ അവൻ മാത്രമേ ഉള്ളൂ. അവന് നീയും. അവനിങ്ങനെ കുടിച്ച് ചാവാനാണ് നിനക്ക് ആഗ്രഹമെങ്കിൽ നീ അത് കാണും നിന്റെ മുമ്പിൽ തന്നെ. പക്ഷേ ഇനി അവൻ കുറച്ചു കാലം കൂടി സുഖമായിട്ട് ജീവിക്കണം എന്നാണെങ്കിൽ ഇത് ഇന്നത്തോടു കൂടി നിർത്തിപ്പിക്കണം അവനെ കൊണ്ട്. എത്ര ശത്രുത ഉണ്ടെങ്കിലും സ്വന്തം അനിയൻ നഷ്ടപ്പെട്ടാലോ ചേട്ടൻ നഷ്ടപ്പെട്ടാലോ വേദന മാറില്ലടാ, കേട്ടോ? എന്നാ പോവാ നോക്ക്. ശരി. ഓ മൈ ഗോഡ് ഗായ്സ്, റിയലി? പിന്നെ അല്ലാതെ ഞങ്ങളുടെ പെങ്ങൾ ഒരു കാര്യം ആവശ്യപ്പെടുമ്പോൾ അത് ചെയ്തു തരണ്ടേ? അല്ലെങ്കിലും എൻ്റെ സ്വന്തം ചേട്ടനെക്കാട്ട് സ്നേഹം എൻ്റെ ഈ അളിയന് മാത്രമേ ഉള്ളൂ. ആ ഇനി എന്തിനാ നീ എന്നെ പിച്ചണത്? സ്നേഹം കൂടിയിട്ട്. എന്തോ എങ്ങനെ? എനിക്കപ്പോൾ സ്നേഹമില്ലെന്നോ? ആ അതെ അതെ. എന്താണോ അങ്ങനെ തോന്നാൻ കാരണം? ഞാൻ നിങ്ങളോട് മിഞ്ഞാന്ന് ഗുഷിയുടെ ഒരു ബാഗ് വാങ്ങിച്ചു തരാൻ പറഞ്ഞിരുന്നു. നിങ്ങൾ വാങ്ങിച്ചു തന്നായിരുന്നോ? അല്ലാണ്ട് തന്നെ ഒരു 100 കണക്കിന് ബാഗ് അവൾക്കുണ്ട്. എന്നിട്ട് ഈ ബാഗും കൂടി എനിക്ക് വാങ്ങിച്ചു തരാൻ സൗകര്യമില്ല. ആ അപ്പൊ അതാ ഞാൻ പറഞ്ഞത്, അല്ലെങ്കിൽ എൻ്റെ ഈ അളിയന് സ്നേഹമുള്ളൂന്ന്. ഡി രണ്ടെണ്ണൊന്ന് നിർത്തുവോ? നീ പോയി ആ ബാഗൊക്കെ പാക്ക് ചെയ്ത് വെച്ചേ. അവിടെ പോയി കുറേ സാധനങ്ങൾ കാണാനുള്ളതാ. ഓക്കേ. അച്ഛാ എഴുന്നേറ്റ്, ഈ ഗുളിക കഴിച്ച്. എനിക്കൊന്നും വേണ്ട, നീ എന്നെ ഷാപ്പിലൊന്നും കൊണ്ടുവന്നാക്കും. ഞാൻ അവിടെ ആയിരുന്നോളാം. രാവിലെ തന്നെ അല്ലാണ്ട് എന്നെ പറ്റാം. ഇനി അവിടെ പോയിട്ട് എന്തിനാ ഇത്രയും കുടിച്ചു കൂട്ടുന്നേ? ചത്തു പോവാച്ച നിങ്ങള്. പോട്ടെ, ചാവാൻ വേണ്ടിയല്ലേ ഞാൻ ഈ കിടന്ന് കുടിച്ചോണ്ടിരിക്കുന്നത്. അങ്ങനെയെങ്കിലും സന്തോഷത്തിൽ ഞാനൊന്ന് മരിക്കട്ടേടാ. ചെല്ല്, പോയി മരിക്ക്. അല്ലെങ്കിൽ എനിക്കിവിടെ വലിയ റോളൊന്നുമില്ലല്ലോ. ഞാൻ പുറത്തുനിന്ന് വന്നവനല്ലേ, നിങ്ങളുടെ ആരും അല്ലല്ലോ. അങ്ങനെയാണല്ലോ ഇപ്പം നിങ്ങൾ എന്നെ കാണുന്നത്. ഭക്ഷണം ഞാൻ ആ ടേബിൾ എടുത്ത് വെച്ചിട്ടുണ്ട്, മരുന്നു. ഞാൻ ഇറങ്ങുക. പ്രിയപ്പെട്ടവരെ അകറ്റുകയാണ് ഞാൻ. പിരിയില്ലെന്ന് വാക്കു പറയാതെ തന്നെ നീളുന്ന നിശബ്ദതയുടെ നടുവിൽ നീങ്ങുന്ന കാൽച്ചുവടുകൾ ഞാൻ തന്നെയാകുന്നു.
നോക്കൂ സീത, മോനിന്ന് വരുന്ന ഞാൻ പറഞ്ഞതാണ്. എല്ലാം റെഡിയാണല്ലോ അല്ലേ? ആ ദിനേശ് ഏട്ടാ, നിങ്ങൾ പേടിക്കാതെ, അവന് ഇഷ്ടമുള്ളതൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട്. ആ, അല്ലെങ്കിൽ അവൻ പറയില്ലേ ഇത്ര കാലം പോയിട്ട് അവന് ഇഷ്ടമുള്ളതൊന്നും ഉണ്ടാക്കിയില്ലാന്ന്. എനിക്ക് അവൻ വിഷമം പറഞ്ഞാൽ സഹിക്കൂല. ഓ, നിങ്ങളെ കൊണ്ട് തോറ്റു. മോൻ ഇങ്ങനെ തലയെ കൊണ്ട് നടന്നോളൂ. ഇങ്ങനെയുണ്ടോ അവരച്ഛനും മോനും? എടി, എനിക്ക് അവനല്ലേടി ഉള്ളൂ. അപ്പൊ പിന്നെ അവന്റെ കാര്യങ്ങൾ നോക്കേണ്ടത് എന്റെ ഉത്തരവാദിത്വമല്ലേ? ഒരെണ്ണം തന്നെ എനിക്കേ ഉള്ളൂ. ഓ, അതല്ലേടി പറഞ്ഞത്. എനിക്ക് എന്റെ മോൻ കഴിഞ്ഞിട്ട് ആരും ഉള്ളൂന്ന്. ഇപ്പൊ ഞാൻ പുറത്തെ, അല്ലേലും അങ്ങനെയാണല്ലോ. അച്ഛനും മോനും ആണെങ്കിൽ പിന്നെ ഞാൻ വേണ്ട. ഓ, എന്റെ ചക്കരനെ എനിക്ക് വേണ്ടാന്നാണ് ഞാൻ പറഞ്ഞത്. എന്റെ മുത്തല്ലേ. പോ അങ്ങോട്ട്. അച്ഛാ, ആ വാ വാ. അല്ല, ഇവര് രണ്ടുപേരാരാ? ഞാൻ പറഞ്ഞില്ലേ അച്ഛനോട് ഒരു സർപ്രൈസ് ഉണ്ടെന്ന്. ആ സർപ്രൈസാ ഈ നിൽക്കുന്ന രണ്ടുപേരും. ഹായ് അങ്കിൾ, ഞാൻ വേദ. ഹായ് അങ്കിൾ, ഞാൻ ആരുഷ്. ആ, കുഞ്ഞെന്റെ ഫ്രണ്ട്സ് അല്ലേ? ആ അതെ. അതിപ്പോ നന്നായിട്ടുണ്ട്. സീത നിങ്ങളൊക്കെ കാണണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇപ്പൊ എന്തായാലും കുഴപ്പമില്ല, രണ്ടുപേരും കേറിക്കോളൂ. ഓക്കെ അങ്കിൾ, വാടാ. ആരുഷിന്റെ പാപ്പന്റെ മോളാണല്ലേ വേദ? ആ അതെ. ആ, അവിടെ ഇളയപ്പനുള്ളതുകൊണ്ടേ ആൺകുട്ടിയും പെൺകുട്ടിയും കൂടി നടക്കുന്ന പുള്ളിക്ക് ഇഷ്ടമല്ല. ഇതാകുമ്പോ പിന്നെ സഹോദര സഹോദരിയാന്ന് പറയാലോ. വണ്ടി എടുക്കാൻ പറച്ച. ആടാ. ഓ മൈ ഗോഡ്, വാവ്, എന്ത് രസം ഇതൊക്കെ കാണാൻ. പിന്നെ അല്ലാതെ എന്റെ നാടല്ലേ. എടാ ദുഷ്ട, ഇതൊക്കെ വിട്ടിട്ടാണോ നീ അങ്ങോട്ട് വന്നത്? ഇതിനേക്കാൾ കാമാൻ ക്വയറ്റായ ഏത് സ്ഥലമാണോ ഉള്ളത്? ആണ് മോളെ, ഞാനിവനോട് ഇതൊക്കെ പറഞ്ഞതാണ് ഇവിടെ നിന്ന് എന്റെ ഒപ്പം ജോലി ചെയ്യാൻ. അപ്പൊ അവന് പുറത്തു പോയേ പറ്റൂ. പിന്നെ അവന്റെ ആഗ്രഹമാണല്ലോ നമ്മുടെ ഇഷ്ടം. അങ്ങനെ നടത്തിയത് ഇതൊക്കെ. പക്ഷെ അർജുന്റെ സ്ഥാനത്ത് ഞാനായിരുന്നെങ്കിൽ ഇവിടെ നിന്ന് പോവില്ലായിരുന്നു. അപ്പൊ എന്റെ ചെക്കനെ നീ പോയി വളയ്ക്കോ? ഓ, അങ്ങനെ ഒരു കാര്യം ഉണ്ടായിരുന്നല്ലേ? ആ, ഉണ്ടായിരുന്നു. ഞാൻ മറന്നുപോയി. ഇപ്പൊ മിണ്ടാണ്ടിരിക്കെ, അച്ഛൻ കേൾക്കണ്ട. ഓക്കെ ഓക്കെ. ആ ശരത്തെ, നീ അങ്ങോട്ടാ പോകുന്നേ? ഞാൻ സ്കൂളിലോട്ട്. ആ, നീ ഒന്ന് വന്ന് ഈ സാധനങ്ങളൊക്കെ ഒന്ന് ഇറക്ക്. അയ്യോ അച്ഛ വേണ്ട, അത് ഞങ്ങൾ ഇറക്കിക്കോളാം. ശരത്തേട്ടൻ പോവാൻ നോക്ക്. കുഞ്ഞ, ഇത് അറിയിക്കാണ്ടാണല്ലോ ഈ വരവ്. ഞാൻ അറിയിച്ചിട്ടുണ്ടായിരുന്നല്ലോ ഇവിടൊക്കെ. ആ, ദിനേശൻ വലിയച്ഛൻ പറഞ്ഞിരുന്നു, ഞാൻ മറന്നുപോയിടാ. എനിക്ക് തോന്നി ചേട്ടൻ എന്നാ സ്കൂളിൽ പോവാൻ നോക്ക്, വൈകുന്നേരം കാണാം. ആടാ, ശരി. ആ അതെ, വെയിറ്റ്. ആ, സ്കൂളിൽ ഇപ്പൊ പഠിക്കുന്നുള്ളൂ, ഇവിടെ വിദ്യാഭ്യാസമൊക്കെ ലേറ്റാ. ഇതാരാടാ? അതെന്റെ ഫ്രണ്ടാ. എന്നാലേ നിന്റെ ഫ്രണ്ടിനോട് എന്റെ ഫ്രണ്ടിൽ നിന്ന് മാറി നിൽക്കാൻ പറ, എനിക്ക് ഒരുപാട് പണിയുണ്ട്. വേറെ ഇങ്ങോട്ട് വാ, ഞാൻ പറഞ്ഞുതരാം നിനക്ക്. ഞാൻ ചോദിച്ച ചോദ്യത്തിന് ഉത്തരം തന്നൂടെ? ആ മനുഷ്യൻ എന്ത് സാധന? പിന്നല്ലാതെ നീ ആ പൊട്ടത്തരം ചോദിച്ചാ പിന്നെ പുള്ളി അതെന്നെ പറയുള്ളൂ. ഞാൻ പൊട്ടത്തരൊന്നും ചോദിച്ചില്ല. ഞാൻ ചോദിച്ചത് ഇവിടെ പുരോഗമനം വന്നോന്നറിയാൻ വേണ്ടിയാ. എടി, പുള്ളി സ്കൂളിൽ പഠിപ്പിക്കുന്ന മാഷ. സോ മാഷ് എന്ത് വേണം? കുട്ടികൾ പഠിപ്പിക്കാൻ പോണ്ടേ? അതുകൊണ്ടാ സ്കൂളിൽ പോണെന്ന് പറഞ്ഞത്. ഓ അങ്ങനെ. ആ, അങ്ങനെ. അല്ല, നിങ്ങൾ വന്ന കാലം നിൽക്കുവാണോ? കേറി വാ മക്കളെ. ഹായ് ആന്റി. അമ്മ, അത് മതി. ഹായ് അമ്മ. വാ, കേറി വാ. എല്ലാവർക്കും ഭക്ഷണം ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്, വന്ന് കഴിക്ക്. എന്റെ പോരാളി, വന്ന വശം തന്നെ ഒന്ന് ഫ്രഷ് ആവാൻ പറഞ്ഞൂടെ? അതിനേക്കാളും മുമ്പ് ഭക്ഷണം കഴിക്കാനാ പറയുന്നേ. അതിപ്പോ കൈ കഴുകാൻ മതിനെ, കഴിച്ചു കഴിഞ്ഞിട്ട് കുളിച്ചാ മതി. അപ്പൊ പിന്നെ പ്രശ്നമില്ലല്ലോ. വിശപ്പ് ആദ്യം മാറട്ടെ. ഓ, നിന്റെ അമ്മ ഇത് സ്വീറ്റ് ആണോ? ഇതൊക്കെ കാണുമ്പോ ഞാൻ എന്റെ അമ്മനെ ഓർക്കുന്നു. ഓ, ഹൊറിബിൾ. കുഞ്ഞൻ വന്നോ? ആ, അപ്പൂപ്പ. മോൻ കഴിച്ചോർന്നോ? ആ, കഴിച്ചു കഴിഞ്ഞു. ഇപ്പൊ എങ്ങനെയുണ്ട് അപ്പൂപ്പന്? കുഴപ്പമില്ലാണ്ട് പോണു. കൂടി വന്നാ ഇനി ഒരു 5-6 വർഷം കൂടെ, അത് കഴിഞ്ഞ് എന്റെ അടുത്ത ജീവിതം തീരും. അതിനു മുന്നേ എന്റെ കുഞ്ഞിനെ കാണാൻ പറ്റിയല്ലോ. എന്തിനാ അപ്പൂപ്പ ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നേ? 5 അല്ല, ഇനി ഒരു 10 വർഷം കൂടി അപ്പൂപ്പൻ അവിടെ കാണും. അതൊക്കെ ഒരു ഇത്തിരി അതിമോഹല്ലേടാ. ഇത് അതിമോഹം എന്നല്ലേ, അതിനുള്ള ആയുസ് അപ്പൂപ്പൻ ഉണ്ടെന്നേ. ഈ പിള്ളേര് ഇതവിടെയുള്ള കൂട്ടുകാരാ, ഇവന്റെ പെങ്ങളാണിത്. പെങ്ങളാണല്ലേ? എന്താ പിന്നെ പോയി വിശ്രമിക്കേ,
കുറെ യാത്ര ചെയ്തതല്ലേ. ആ അപ്പൂപ്പ ശരി. ഹോ, അയാളെന്നെ എന്താണ് അടിമുടി നോക്കുമായിരുന്നു. എന്താണ് നിന്റെ അപ്പൂപ്പൻ ഇങ്ങനെ? അതെന്താന്ന് വെച്ചാല് പുള്ളിക്കാരൻ മറ്റേ ഓൾഡ് ജനറേഷനാ. ആൺകുട്ടിയും പെൺകുട്ടിയും നിന്നാ അത് മറ്റേ രീതിയിൽ എടുക്കുള്ളൂ. ഇതിന് മാത്രം അവസാനില്ലല്ലേ? അതുണ്ടാവില്ലല്ലോ, എത്ര ജനറേഷൻ കഴിഞ്ഞാലും ആ കൂട്ടരുണ്ടാവും. ഹാ, എന്നാ പിന്നെ നീ റെസ്റ്റ് എടുക്ക്, ഞങ്ങൾ പോട്ടെ. ആ ചെല്ല് ചെല്ല്. എന്തു പറ്റി? വന്നപ്പോ തൊട്ട് ഭയങ്കര മൂഡ് ഓഫ് ആണല്ലോ. ഒന്നുമില്ല. അതെനിക്ക് മനസ്സിലാവുന്നുണ്ട്. പറയടാ. അല്ലടാ, അവിടത്തെ പോലെ നമുക്കിപ്പോ ഇവിടെ ഒരു ഫ്രീഡം ഉണ്ടാവില്ലല്ലോ. ഇന്ന് കൈ പുറത്ത് നടക്കാൻ പോലും പേടിക്കണ്ടേ? അതിപ്പോ പുറത്തല്ലേ, റൂമിൽ നമുക്ക് എന്തു ആവാലോ. ഓ അത് വേണ്ടട്ടോ. അതെന്താടാ? കണ്ണഴക കാലഴക പൊന്നഴക പെണ്ണഴക് എങ്കയോ തേടി സെല്ലും വിരലഴക. മതിട്ടാ, പാട്ടൊന്നും വേണ്ട, അങ്ങോട്ട് മാറിക്കിടന്ന് ഉറങ്ങാൻ നോക്ക്. ഡാ പോടാ. തണുക്കണു. എന്ത് രസമാ ഈ മോഡൽ മഞ്ഞൊക്കെ കാണാൻ. എന്ത് ഭംഗിയാ ബുക്കിലും കവിതയിലൊക്കെ വായിക്കുന്ന ആ ഒരൊറ്റ ഫീല്. ഹലോ മാഷേ. അമ്മേ, എന്തോ ആടി, നിനക്ക് മുമ്പിൽ കൂടെ വന്നൂടെ? മനുഷ്യനെ പേടിപ്പിക്കുന്നു. സോറി മാഷേ, ഞാൻ പേടിപ്പിക്കണമെന്ന് വിചാരിച്ചിട്ടല്ല. മാഷിനെ കണ്ടപ്പോ ആ ഒരു എക്സൈറ്റ്മെന്റ്. ശരത്. ശരത് പേര്. നൈസ് ടു മീറ്റ് യു മാഷേ. എടി, മാഷേന്ന് വിളിക്കാണ്ടിരിക്കാൻ വേണ്ടിയാ ഞാൻ ശരത്തേന്ന് വിളിക്കാൻ പറഞ്ഞത്. അതിപ്പോ ഓരോരുത്തരുടെ ഇഷ്ടല്ലേ. എനിക്ക് മാഷെന്ന് വിളിക്കാൻ തോന്നി. മാഷെന്ന് വിളിക്കുമ്പോ വിളി കേട്ടോ. എന്ത് വേണം? എനിക്കൊന്നും വേണ്ട. പിന്നെ എന്തിനിപ്പോ ഇവിടെ വന്നത്? സംസാരിക്കാൻ മാഷേ. നിങ്ങൾ വെറുതെ നിൽക്കുമല്ലായിരുന്നു, അതുകൊണ്ട് വന്നതാ. എനിക്ക് വെറുതെ നിൽക്കാനാണ് ഏറ്റവും ഇഷ്ടം. അതുകൊണ്ട് താൻ തന്റെ വീട്ടിലേക്ക് പോകാൻ നോക്കാം. എന്തുവാ മാഷേ ഇത്? റോജയിലെ മാഷും ആദ്യം ഇങ്ങനെയായിരുന്നു, പിന്നെ നല്ല മാഷേ. അതുപോലെ ഞാൻ മാഷിനെ മാറ്റിയെടുക്കും. റോജ മാഷ് ഈ ബുക്കൊന്നും വായിക്കാറില്ലേ? റോജ, ഒരു പ്രണയകാല സ്മൃതി, റിട്ടേൺ ബൈ ഡാനിയൽ. ഞാൻ പൊതുവെ ബുക്ക് വായിക്കാറില്ല. അതിന്റെ കുറവുണ്ട്. ഒരു മാഷായിട്ട് ബുക്ക് വായിക്കാണ്ടേ? അതിലൊരു മാഷുണ്ട് മാഷേ. ആ മാഷിനെ പോലെയാണ് എനിക്ക് മാഷിനെ കണ്ടപ്പോ തോന്നിയത്. അതുകൊണ്ട് അതിലെ റോജയെ പോലെ ഒരു റോജയാവൻ എനിക്കും പ്രശ്നമില്ല. ഒന്നുമില്ല, മാഷിന് സമയം കിട്ടുമ്പോ ആ റോജ ബുക്കൊന്ന് വായിക്കേ. അപ്പൊ ശരി. കാതൽ റോജാവേ എങ്കേ നീങ്കേ കണ്ണീ. നിസ്സഹായനായിരുന്നു ഞാൻ, നിരീക്ഷിതമായ കാഴ്ചകളിൽ മുങ്ങിയവൻ. വാക്കുകളുള്ളിൽ തുമ്പ പോലെയായി, പുറത്തെ ലോകം പതിവായ ജനം. റൈറ്റർ ജീവന്റെ വരികളല്ലേ ഇത്? നീ ഏതാടി? ഞാൻ ദാ വീട്ടിൽ നിന്ന് വരുന്നതാ. അതെന്റെ വീടാണല്ലോ. നിങ്ങളുടെ വീടോ? ഞാൻ ആ വീട്ടിലെ അർജുന്റെ ഫ്രണ്ടാ. അർജുൻ കുഞ്ഞൻ? അതെ. അവനിവിടെ ഇല്ല, അവനങ്ങ് അമേരിക്കയിലാ പഠിക്കാൻ പോയിക്കുവാ. പക്ഷെ അവനിവിടെ ഉണ്ടല്ലോ. ഞങ്ങൾ ഇന്നലെ വന്നു. അപ്പോ കുഞ്ഞൻ വന്നൂലേ? ആരും പറഞ്ഞില്ല, ഞാനും അറിഞ്ഞില്ല. എന്നാ ഞാൻ പോട്ടെ. അയ്യോ ശരി. ചതിയനാണ് ഈ ലോകം. പാതിയിൽ കൂട്ടായെന്ന് കരുതി കൈപിടിച്ചവൻ വഴിയിൽ വിട്ടു. നാളെ കൂട്ടായി നടക്കാമെന്ന് പറഞ്ഞവൻ ഇന്നോർമ്മ പോലും അകലെയാക്കി. അജു അജു അജു. ഓ എന്താടി? അതാരാ? ഏത്? പോകുന്നത്. അയ്യോ ചാച്ചൻ. ഓ ചാച്ചനെ കാണാൻ പറ്റിയില്ല. എടാ ഞാൻ ഇപ്പൊ വരാം. അയ്യോ ഞങ്ങളും ഉണ്ട്. വാ ചാച്ച. കുഞ്ഞാ, നീ ഇന്നലെ വന്നു അല്ലേ? ചാച്ച, ഞാൻ ഇന്നലെ ക്ഷീണമൊക്കെ കാരണം ഇറങ്ങാനിരിക്കുമായിരുന്നു. ഇപ്പോഴാ സമയം കിട്ടിയത്. സാരില്ല, ആർക്കാ കുഞ്ഞ് ഈ ലോകത്ത് സമയമുള്ളത്? എല്ലാവരും തിരക്കിലല്ലേ, സമയത്തിന്റെ ഒപ്പം എത്താനുള്ള തിരക്കിൽ. പക്ഷേ ഈ കള്ളുടിന് മാത്രം സമയം അങ്ങനെ നീണ്ടു കിടക്കുക. എന്റെ പൊന്ന് ചാച്ച, ഈ രാവിലെ തന്നെ എന്തിനാ അങ്ങനെ കുടിക്കുന്നേ? ആരോട് ഈ വാശി? സ്വന്തം ശരീരം നോക്കിയിട്ട് മതിൽ ആരോട് പ്രതികാരവും ദേഷ്യവും വച്ചു കൂട്ടുന്നത്? എന്താ ചാച്ചന്റെ പ്രശ്നം? ചാച്ചന്റെ കുഞ്ഞിനോട് അതൊന്ന് തുറന്നു പറഞ്ഞൂടെ? അച്ഛനോട് വല്ല പ്രശ്നമാണെങ്കിൽ അത് നമുക്ക് ശരിയാക്കിയെടുക്കാലോ.
കുഞ്ഞ, ഇത് ചാച്ചൻ്റെ പ്രതികാരമൊന്നുമല്ല, പ്രതിഷേധമാണ്. ആവശ്യമുള്ള സമയത്തും ആഗ്രഹിച്ച സമയത്തും ആരും ഈ ചാച്ചന് വേണ്ടി നിന്നിട്ടില്ല. ചാച്ചനെ വേദനിപ്പിച്ചവരാണ് ചാച്ചൻ്റെ കുടുംബത്തുള്ളവരെല്ലാവരും. അതിൽ നിന്റെ അച്ഛനും ഉണ്ടായിരുന്നു. ഒരൊറ്റ തവണ എൻ്റെ ഭാഗത്ത് നിന്ന് ചിന്തിക്കാൻ നിന്റെ അച്ഛന് കഴിഞ്ഞില്ല. അതുകൊണ്ടാ നിന്റെ അച്ഛൻ്റെ മുമ്പിൽ കിടന്ന് കുടിച്ച് ഞാൻ ചാവാൻ പോകുന്നേ. ആ മരണം കണ്ടെങ്കിലും അവർക്ക് തോന്നണം അവർ ചെയ്ത തെറ്റെന്താണെന്ന്. എൻ്റെ സന്തോഷമാണ് അവരാഗ്രഹിച്ചിരുന്നതെങ്കിൽ അതൊരുപാട് വർഷങ്ങൾക്ക് മുമ്പേ അവരെല്ലാവരും തട്ടിയെടുത്തു. എന്നിട്ട് എന്നോട് സന്തോഷിക്കാൻ പറഞ്ഞാൽ ഞാൻ എന്താ ചെയ്യേണ്ടത്? എനിക്ക് സന്തോഷമല്ല, മറിച്ച് ജീവൻ എടുക്കാനാ തോന്നിയത്. പക്ഷെ വേണ്ട, ഞാൻ അങ്ങനെ ചെയ്താൽ അതന്ന് തന്നെ തീരല്ലേ. ഇതല്ല എനിക്ക് വേണ്ടത്. അവരുടെ മുമ്പിൽ ഞാനിങ്ങനെ കള്ളുകൂടിയനായി കുടിച്ച് ആടി വാളൊക്കെ വെച്ച് ഇങ്ങനെ നടക്കുമ്പോൾ അവരിങ്ങനെ ആലോചിക്കും, അന്ന് അവർ വിചാരിച്ചത് ചെയ്തു കൊടുത്തിരുന്നെങ്കിൽ അവരുടെ മോനും സഹോദരനും ഇങ്ങനെ ജീവിക്കില്ലായിരുന്നു എന്ന്. അച്ഛാ, മരുന്ന് കഴിച്ചോ? വേണ്ട, ഇവിടെ ഒരു പൊട്ടലനെ മരുന്ന് കഴിപ്പിച്ച് ജീവിപ്പിക്കാൻ നോക്കുന്നു. പക്ഷെ ജീവിക്കാൻ ആഗ്രഹമില്ലാത്തവർക്ക് മരുന്ന് കഴിച്ചിട്ട് എന്ത് കാര്യം അല്ലേ? ഡാ, എനിക്കൊന്നും പറയാനില്ല. നിങ്ങ വന്ന കാര്യം കഴിഞ്ഞെങ്കിൽ പോവാം. ഡാ മൈരേ, നീ നിർത്തിക്കോ. ഞാൻ എന്ത്? നീ ഒന്നും പറയണ്ട. അവിടുത്തെ പണവും പദവും എല്ലാം കിട്ടിക്കഴിഞ്ഞപ്പോൾ നീ പലരെ മറന്നടാ, പലരെയും. നിന്റെ അച്ഛനും അമ്മയൊക്കെ ഇവിടെ ഹാപ്പിയാ, ഓക്കെ. പക്ഷെ ഒരിക്കലും നിനക്ക് വേണ്ടി എല്ലാം ചെയ്തു തന്നിരുന്ന നിന്റെ ഒരു ചാച്ചനുണ്ടായിരുന്നു. ആളെ നീ പലപ്പോഴായിട്ട് മറന്നു കഴിഞ്ഞിട്ടുണ്ട്. ഒരിക്കലെങ്കിലും നീ ഇങ്ങോട്ട് വന്ന് ഈ മനുഷ്യന്റെ കാര്യം നോക്കിയിട്ടുണ്ടോ? അല്ലെങ്കിൽ എല്ലാവർക്കും എല്ലാവരുടെ കാര്യം സെറ്റാക്കി കഴിയുമ്പോൾ പിന്നെ ആദ്യം ഉണ്ടായിരുന്നൊന്നും ഒന്നും അല്ലാണ്ടാവും. നീ ഇവിടുന്ന് പോവാൻ വേണ്ടി അച്ഛനോടും അമ്മനോടും കഴിയുന്ന കാല് പിടിച്ചപ്പോ വിടില്ലെന്ന് ഒരേ സ്വരത്തിൽ നിന്റെ അച്ഛൻ ഇവിടെ കിടന്ന് പറഞ്ഞപ്പോ ആകെ നിനക്ക് വേണ്ടി സംസാരിക്കാനുണ്ടായിരുന്ന മനുഷ്യനാ ആ കുടിച്ചവിടെ കിടക്കുന്നത്. നന്ദി പറഞ്ഞില്ലെങ്കിൽ വേണ്ട, ഒരു നേരെങ്കിലും വന്ന് അതിനൊന്ന് തിരിഞ്ഞു നോക്കാം. നിന്റെ അച്ഛന്റെ മുമ്പിൽ വെച്ച് ഞാനൊന്നും പറയാണ്ടിരുന്നത് അങ്ങനോട് എന്തെങ്കിലും പറഞ്ഞാ എന്റെ ജോലി പോയെന്ന് പേടിച്ചിട്ടാ. നീ വരുന്ന കാര്യമൊന്നും അയാൾ എന്റെ അടുത്തോ ആ കിടക്കുന്ന എന്റെ അച്ഛൻ്റെ അടുത്തോ പറഞ്ഞിട്ടില്ല. എന്താണ്, അയാൾക്ക് അത്രയ്ക്കും ഞങ്ങളെ വെറുപ്പാണ്. അവർക്കിടയിലുള്ള കാര്യം എന്താണെന്ന് നമുക്ക് രണ്ടു കൂട്ടർക്ക് അറിയില്ല. പക്ഷേ ഒരാവശ്യം വരുമ്പോൾ നിന്റെ തന്ത എന്നെ വിളിക്കുമ്പോൾ ഞാൻ പോയി സഹായിക്കാറുണ്ട്. അതുപോലെ എൻ്റെ തന്തയ്ക്ക് ആവശ്യം വരുമ്പോൾ നീ ഇടയ്ക്കൊന്ന് വന്ന് നോക്കണം. എടാ, നീ വിചാരിക്കുന്ന പോലെ അല്ലടാ. ഞാൻ എന്ത് വിചാരിക്കുന്ന പോലെ അല്ലാന്ന് നീ നിർത്തിക്കോജു. എനിക്കൊന്നും കേൾക്കണ്ട. ശരത്, ഐ മീൻ ലവ്. ഐ മീൻ ലവ് വിത്ത് ഹിം. വാട്ട്? അവൻ എനിക്ക് ഒത്തിരി ഇഷ്ടമാടാ. ഒരുപാട് സ്നേഹിച്ചു പോയടാ. അവനെ എനിക്ക് അവിടെയാടാ സ്നേഹിക്കാൻ പറ്റുള്ളൂ. ഇവിടെ വന്ന ആരും ഞങ്ങളെ ആക്സെപ്റ്റ് ചെയ്യില്ലെന്ന് വിചാരിച്ചിട്ടാ 5 വർഷം ഞാൻ അവിടെ തന്നെ നിന്നത്. ഇവിടെ വന്നിട്ടും അച്ഛൻ എൻ്റെ കല്യാണം ഉറപ്പിക്കാൻ പോവാ. അതിൻ്റെ ഇടയിൽ ഇതെങ്ങനെയുള്ളൂ പറഞ്ഞു തീർക്കണമെന്നുണ്ടായിരുന്നു. അപ്പൊ ചാച്ചൻ്റെ കാര്യം ഞാൻ വിട്ടു. ശരി, എൻ്റെ തെറ്റാ. പക്ഷെ ഇനി നീ പേടിക്കണ്ട. ഇനി കുറച്ച് നാളത്തേക്ക് ഞാനിവിടെ ഉണ്ടാവും. ചാച്ചനെ പഴയ പോലെ ഞാൻ മാറ്റിയെടുക്കും. അജോ, ദിസ് ഇസ് നോട്ട് ഗോയിങ് ടു ബി വർക്ക്. ഇവിടെ ഒന്നും നടക്കാൻ പോകുന്നില്ല. നീ തിരിച്ചു പോകുന്നതാണ് നല്ലത്. എനിക്കറിയാടാ, പക്ഷെ എങ്കിലും എത്ര പെട്ടെന്ന് എല്ലാം വേണ്ടെന്ന് വെച്ച് പോകാൻ പറ്റും? എൻ്റെ അച്ഛനും അമ്മയല്ലേ, അവരോട് കാര്യം അവതരിപ്പിച്ചിട്ട് അവർ വേണ്ടെന്ന് വെച്ചാൽ ഞാൻ ഇവിടുന്ന് പോവും. അത്ര തന്നെ. പിന്നെ എന്നോട് ക്ഷമിക്കടാ നീ. പ്ലീസ് ഡാ. ആടെ പന്നി. ഗായ്സ്, എനിക്ക് ഈ അങ്കിളിനെ പാസ്റ്റ് അറിയാൻ ഭയങ്കര ആഗ്രഹം. പുള്ളി കവിതയൊക്കെ പറയുന്നുണ്ട്. എന്ന് വെച്ചാൽ പാസ്റ്റിൽ പുള്ളി നല്ലോണം കവിതകളൊക്കെ വായിച്ചിരുന്ന ഒരു ഗുഡ് ജെന്റിൽമാൻ ആയിരുന്നു. പണ്ട് അമ്മ പറഞ്ഞു കേട്ടിട്ടുണ്ട്, ചാച്ചൻ പണ്ട് കവിതകളും കഥയൊക്കെ എഴുതുമായിരുന്നു എന്ന്. Then what happened to him? അതെല്ലാം ആർക്കും അറിയാത്തത് കണ്ടുപിടിക്കാം, സമയമുണ്ടല്ലോ. ഓക്കേ. ഹായ് മാഷേ. എന്റെ പൊന്നു മോളെ, നിനക്ക് എന്താടി പ്രശ്നം? മാഷ് ഇങ്ങനെ പേടിക്കുന്നതാണ്, അതല്ല രസം. ഞാൻ നിനക്ക് രസമല്ല, സാമ്പാർ ഉണ്ടാക്കി തരാടി. അയ്യോ, സാമ്പാർ എനിക്ക് ഭയങ്കര ഇഷ്ടം. വേഗാവട്ടെ, ഞാൻ കഷ്ണങ്ങൾ കൊണ്ടുവരാം. ഓ, ഈ പെണ്ണ് നിനക്ക് എന്താ? അല്ല, ഞാനൊരു ചോദ്യം ചോദിക്കാൻ വന്നതാ. പറ. മാഷ് സിംഗിൾ ആണോ? അതാണോ ചോദ്യം? അല്ല, അതല്ല ചോദ്യം. എന്നാലും ഇതിനുത്തരം പറഞ്ഞൂടെ? സൗകര്യമില്ല പറയാൻ. ഓക്കെ ദെൻ മൈ ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഈസ്, ആ കിടക്കുന്ന അങ്കിളിലെ പുള്ളിക്കാരന്റെ മോനല്ലേ മാഷ്? അപ്പൊ പിന്നെ മാഷിന് എല്ലാ കാര്യങ്ങളും അറിയേണ്ടതല്ലേ? പിന്നെ എന്താ മാഷിനൊന്നും അറിയാത്തേ? മോനാണ്, സ്വന്തം അല്ല. എന്നുവെച്ചാ? ഞാനിവിടുത്തെ വീട്ടിലെ കാര്യസ്ഥന്റെ മോനായിരുന്നു. അച്ഛനമ്മയുടെ മരണശേഷം എന്നെ നോക്കിയതും വളർത്തിയതൊക്കെ ഈ അച്ഛനാ.
അവര് പോയി വഞ്ചി മറിഞ്ഞു. നല്ല മഴക്കാലായിരുന്നു. ആ മരണത്തോടു കൂടി പിന്നെ എന്നെ നോക്കാനോ എനിക്ക് വേണ്ടി സംസാരിക്കാനോ ആരില്ലാണ്ടായി. അവസാനം ഈ അച്ഛൻ എന്നെ കൊണ്ടുപോയി ആളുടെ മോനായിട്ട് വളർത്തി. എനിക്ക് ജോലി വാങ്ങി തന്നു. അപ്പോഴും കൂടി ഉണ്ടായിരുന്നോ? ഉണ്ടായിരുന്നു. പുള്ളിയുടെ പേരെന്താ? അഭിമന്യു. അഭിമന്യു. ഞാനൊരു ബുക്ക് വായിച്ചിട്ടുണ്ട് ആ പേരിൽ, ഒരു സൂപ്പർ ഡ്യൂപ്പർ ലവ് സ്റ്റോറി. പക്ഷെ അതിന്റെ സെക്കൻഡ് പാർട്ട് ഇതുവരെ വന്നിട്ടില്ല. ഐ ആം വെയിറ്റിംഗ് ഫോർ ദാറ്റ്. ഫസ്റ്റ് ചോദിച്ച ചോദ്യത്തിന് ഉത്തരം എടി എനിക്കത് പറയാൻ സൗകര്യമില്ലെന്ന്. നിന്റെ ചോദ്യം ചോദിച്ചു കഴിഞ്ഞില്ലേ? പോ ചെല്ല്. ശരി, ഞാൻ പോണു. അത് റോജ ബുക്കല്ലേ? അല്ല. അതെ. അല്ലെന്ന്. ആ ചട്ട കണ്ടാൽ എനിക്കറിയാം. പറമാഷെ, ആ ബുക്ക് വായിക്കാൻ എടുത്തതല്ലേ? അത് റോജ അല്ല, ഞാനത് വായിച്ചിട്ടുമില്ല. നീ അത് കണ്ടത് വേറെയാണ്. പോടന്ന്. ഐ മാഷ, എന്നാ കാട്ടിട്ടെങ്കിലും പോ. സൗകര്യമില്ലടി. ഹേ ബേബി. ഓ എന്തുവാടാ, കൊറേ മിസ് ചെയ്തു. ഇങ്ങോട്ട് വാ, ഒന്ന് ഹഗ് താടാ. എടാ ഇവിടെ ആരെങ്കിലും കാണും, എന്നാ പിന്നെ കിസ് മതി. എടാ ആരെങ്കിലും കാണുന്നു, എന്നാ പിന്നെ ഒരു റൗണ്ട് പോവാ. ശരി വൃത്തിയേട്ടൻ മാർക്ക്. ഏയ് ഓടല്ലേ. ഒരെണ്ണം നോ, ഒരെണ്ണം നോ പ്ലീസ്, ഒരൊറ്റൊരെണ്ണം നോ എന്നല്ലേ പറഞ്ഞത്. എന്നാ പിന്നെ ഞാൻ എടുക്കും. വൃത്തിയേട്ടവനെ. അപ്പൊ വേണ്ട. എന്താ ഇളയച്ചാ? മോനെ പുറത്ത് വിട്ട് പഠിക്കാൻ വിട്ടപ്പോ ഞാൻ പറഞ്ഞതല്ലേ നിങ്ങളോട് രണ്ടുപേരോടും വേണ്ടാന്ന്. അതിനിപ്പോ ഇവിടെ എന്തുണ്ടായേ? എന്തുണ്ടായെന്നോ? ദാ അവനുണ്ടല്ലോ, ദേ ഇവൻ ഉമ്മ വെക്കുവാ. കുഞ്ഞ, ആ പറഞ്ഞതൊക്കെ സത്യമാണോ? അച്ഛാ പറയടാ, ഇതൊക്കെ സത്യമാണോ? അച്ഛാ, എനിക്കവനെ പറയണ്ട, ഒന്നും പറയണ്ട. വേഗം ഇവരോട് പോവാൻ പറ. വേഗം ബാഗൊക്കെ പാക്ക് ചെയ്ത് ഈ ചെക്കനോട് വേഗം വീട്ടിൽ നിന്ന് ഇറങ്ങി പോവാൻ പറ. ഇല്ല അച്ഛാ, അവൻ എന്റെ കൂടെ വന്നിട്ടുണ്ടെങ്കിൽ, എന്റെ ചെക്കനാണെങ്കിൽ അവൻ എന്റെ ഒപ്പേ വരുള്ളൂ. അല്ലാണ്ട് ആർക്കും അവന് പറഞ്ഞയക്കാനുള്ള അധികാരമില്ല. പക്ഷെ ഇത് എന്റെ വീടാ. എന്റെ വീട്ടിൽ ഞാൻ പറഞ്ഞ കാര്യങ്ങളെ നടക്കുള്ളൂ. ശബ്ദം കുറച്ച് പറ. നാട്ടുകാരും അറിയിക്കരുത്. ഇപ്പൊ തന്നെ ഇവരോട് ഇവിടെ നിന്ന് പോവാൻ പറ. പറ്റില്ല ചായ്ക്കാണ്ട്. ഇവൻ ഇവിടുന്ന് പോവാണെങ്കിൽ ഞാനും ഇവിടുന്ന് പോകും. നീ ഇനി പോവില്ല. ഇന്നത്തോടെ കൂടെ നിന്റെ എല്ലാ യാത്രയും നിർത്തി. നീ 100 സ്ഥലത്ത് 1 പണിക്കും പോകണ്ട. ഇവിടെ ഞാൻ പറഞ്ഞത് കേട്ട് എൻ്റെ ചിലവിൽ നീ ജീവിച്ചാൽ മതി. അങ്കിൾ, ഞാൻ അങ്കിളുടെ കാല് പിടിക്കാം. എനിക്ക് അങ്കിളുടെ മോനെ ജീവന തുല്യം ഇഷ്ടം. ഞാൻ അത്ര അവനെ സ്നേഹിക്കുന്നുണ്ട്. ഞങ്ങളുടെ ജെൻഡറാണ് പ്രശ്നമെങ്കിൽ അങ്കിൾ അത് മാത്രം നോക്കരുത്. ഞങ്ങളുടെ പ്രണയം അതൊന്ന് അങ്കിൾ കാണാൻ ശ്രമിക്കും. എനിക്കവനെ ഒത്തിരി ഇഷ്ടമാണ് അങ്കിൾ. അവൻ എനിക്ക് വേണ്ടി ഒന്ന് തന്നൂടെ? ഇല്ല, നിന്നെ പോലൊരു വൃത്തികെട്ടവന് എന്റെ മോനെ എനിക്ക് തരാൻ പറ്റൂല. മാറി എന്റെ മോനെ തൊടരുത്. എന്റെ മോനെ നീ എന്തിനാ ഇങ്ങനെയൊക്കെ ആക്കിയത്? ദൈവമേ. അച്ഛൻ എന്തുവാണ് അച്ഛൻ പറയുന്നത്? ഇപ്പോഴും 18ാമത്തെ നൂറ്റാണ്ടിൽ നിന്ന് അച്ഛൻ ഇതുവരെ തിരിച്ചു വന്നില്ലേ? ഇപ്പൊ കാലം മാറി. ആണുങ്ങൾക്ക് ആണുങ്ങളെയും പ്രണയിക്കാം, പെണ്ണുങ്ങൾക്ക് പെണ്ണുങ്ങളെയും പ്രണയിക്കാം. അതിനൊരു പ്രശ്നമില്ല. പ്രശ്നം അത് നിങ്ങൾക്കുണ്ടാവില്ല. പക്ഷെ ഇവിടെയുള്ള ഓരോ ജനങ്ങളും വന്ന് സംസാരിക്കും, ഓരോ വൃത്തിയോട് പറയും. എനിക്ക് അവരെ ഫേസ് ചെയ്യാൻ പറ്റില്ല. എത്രയും പെട്ടെന്ന് ഇതെല്ലാം വേണ്ടെന്ന് വെക്കി. അങ്കിൾ, അവരുടെ പ്രണയം സത്യമാണെങ്കിൽ എന്തിനാ അവരെ പിരിക്കുന്നത്? അവർ പുറത്തു പോയി ജീവിച്ചോളും. അങ്കിള് അവരുടെ കാര്യം ഓർത്ത് വിഷമിക്കണ്ട. ഇവിടെ ആരും അറിയാണ്ടിരുന്നാ പോരെ. നിനക്കതൊന്നും പറഞ്ഞാൽ മനസ്സിലാവില്ല കുട്ടി. എനിക്ക് ഒരുപാട് സ്വപ്നങ്ങളുണ്ട്. അതവൻ ഇവനെ പ്രണയിച്ച ഒന്നും നടക്കില്ല. ഒന്നും വേണ്ട. പാമ്പുകൾക്ക് മാളമുണ്ട്, പറവകൾക്ക് ആകാശമുണ്ട്, മനുഷ്യപുത്രന് തല ചായ്ക്കാൻ മണ്ണിലിടമില്ല. അരേ വാ. വന്നു അവൻ ഒരുത്തൻ കാരണം നീ പുറത്തു പോയതും ഇവനെ പ്രണയിച്ചതും. അവനെ ഞാൻ ഇന്ന് കൊല്ലും. അച്ഛാ വേണ്ട, ചാച്ചനൊന്നും ചെയ്യരുത്. നിനക്കായിരുന്നില്ല ആഗ്രഹം എന്റെ മോനെ പുറത്തു പിടിക്കാനായിട്ട്. ഇപ്പൊ എന്താ സംഭവിച്ചതെന്ന് എനിക്കറിയോ? എന്താ, അവൻ മെലാണിനെ പ്രണയിച്ചോ? അതെ. അതിനെന്താ? എന്താന്നോ, ഇനി നാട്ടുകാരുടെ മുമ്പിൽ ഞാൻ എങ്ങനെ നോക്കും? കണ്ണുകൾ രണ്ടും തുറന്നു നോക്കണം. ഇല്ലെങ്കിൽ കണ്ണടച്ച് തന്നെ നോക്കിക്കോ. ഇനിയിപ്പോ അവരുടെ മുഖം കാണെങ്കിൽ കണ്ണു തുറന്ന് തന്നെ നോക്കണം. നിനക്കെല്ലാം തമാശ. ദേ, ഇവനെ ഞാൻ ഇന്ന് കൊല്ലും. മര്യാദക്ക് ഇറങ്ങി പോടാ കുടുംബത്തിന്ന്. തൊട്ടുപോരുതവനെ. അവനെ തൊടാൻ നിനക്ക് അധികാരമില്ല. നീ അവന്റെ തന്തയല്ല,
അവൻ്റെ കുടുംബത്തിൽ ആരുമല്ല. നീ എന്നെ തൊട്ടാലുണ്ടല്ലോ, നീ എൻ്റെ കയ്യിൽ നിന്ന് വാങ്ങിക്കും. ദേ ഞാനൊന്നും നോക്കൂല, ഇന്ത്യന്ന് നല്ലത് കിട്ടും. കിട്ടുന്ന പറയലുണ്ട്. നീ ഒന്ന് അടിച്ചു നോക്കട എന്നെ. ഞാൻ തരാം. അന്ന് ഞാൻ തന്നില്ല, ഇന്ന് ഞാൻ തരാം. ഇവൻ ഒരുത്തൻ കാരണമാടാ ഇതൊക്കെ ഉണ്ടായത്. അവനങ്ങോട്ട് കൊന്നുകളാ. ഇങ്ങനൊരു ജന്മ ഈ ഭൂമിയിൽ ഉണ്ടാവണ്ട. ആരത്? ചാവാനൊന്നും ആയില്ലേ? കുറെ കാലമായില്ലേ ഇവിടെ ഇങ്ങനെ കിടക്കുന്നു. അങ്ങോട്ട് ചത്ത് തൊലയി. നിങ്ങളൊക്കെ ചാവണ എനിക്കിങ്ങനെ മുമ്പേ കാണണം. നായിന്റെ മോൻ പറയുന്നത് കേട്ടില്ലേ? ഞാൻ നായിന്റെ മോനല്ലേ? അപ്പോ ഇയാളാ നായിന്റെ മോനി തന്നെ ജനിച്ചതല്ലേ? ചാച്ചൻ ഇതിൽ ഇടപെട്ട് ഇതൊരു പ്രശ്നമാക്കരുത് പ്ലീസ്. ചാച്ച പോ, അവിടേക്ക് പോ. നീ എന്തിനാ കുഞ്ഞങ്ങനെ വിഷമിക്കുന്നത്? നിന്റെ ചാച്ചൻ നിന്റെ കൂടെ ഇല്ലേടാ. നിന്നെ ആരും ഒന്നും ചെയ്യില്ലടാ. നിങ്ങൾ രണ്ടുപേരും ആ വീട്ടിക്ക് പോ. ഇവിടത്തെ കാര്യം ചാച്ചൻ നോക്കിക്കോളാം. ചാച്ച അജു വന്നേ നിങ്ങള്. ഡാ വാ, അച്ഛൻ നോക്കിക്കോളൂ. ഡാ ഇവിടുന്ന് നീ പോയാ പിന്നെ ഈ വീട്ടിക്ക് നിനക്കൊരു തിരിച്ചു വരവ് ഉണ്ടാവില്ല. ദിനേശേ, നീ ആരെയാടെ ഇത്രയും ഭീഷണിപ്പെടുത്തുന്നേ? ഒരിക്കലും നിന്റെ ഈ ഭീഷണി കാരണല്ലേടാ എന്റെ ജീവിതം ഇങ്ങനെ ആയത്. ആ കൂടില് കിട്ടി ഞാൻ നിന്റെ മുന്നിൽ ജീവിച്ച് കാണിച്ചില്ലേടാ. എന്നിട്ടും അന്ന് എനിക്ക് കിട്ടാത്തത് എന്തോ അതവന് സ്വന്തമായിട്ട് കിട്ടിയിരിക്കുന്നു. അതവൻ ആഗ്രഹിച്ചതാണെങ്കിൽ അതവന്റെ മരണം വരെ അവന്റെ കൂടെ ഉണ്ടാവും. അല്ലാതെ എന്റെ അവസ്ഥ എന്റെ കുഞ്ഞനുണ്ടാവാൻ പാടില്ല. നീയൊക്കെ എനിക്കെതിരെ ചെയ്തതിന് നീയൊക്കെ ഇങ്ങനെങ്കിലും അനുഭവിക്കണോടാ. പുല്ല് കുളിച്ചത് ഇറങ്ങിപ്പോയി. ഇനി ഒരു റൗണ്ടും കൂടി പോയി കുടിക്കണമല്ലോ. പിന്നൊരു കാര്യം, എൻ്റെ വീട്ടിലേക്ക് നിന്റെ കാല് പതിയരുത്. അവിടെ നീ കേറിയ പിന്നെ നീ എൻ്റെ തനി സ്വരൂപം കാണും. ഇനി നാട്ടാരെന്താണെന്ന് വെച്ചാ പറയുന്നത് കേട്ടോ അച്ഛനും അമ്മയും. ദിനേശേട്ടാ, ഇനി നമ്മൾ എന്ത് ചെയ്യും? എല്ലാം എന്റെ തെറ്റാ. എന്റെ അനിയൻ ആഗ്രഹിച്ച ജീവിതം എനിക്ക് കൊടുക്കാൻ പറ്റിയില്ല. എന്റെ മോൻ ആഗ്രഹിച്ച ജീവിതം എനിക്ക് കൊടുക്കാൻ പറ്റില്ല. ഏട്ടാ, നിങ്ങൾ എന്തേ പറയുന്നേ? ആടി, ഞാൻ ആഗ്രഹിച്ചത് അവർക്ക് ഇഷ്ടമുള്ളവർ അവർ കിട്ടുന്നത് ഞാൻ ആഗ്രഹിച്ചത്. പക്ഷെ ഒരുപാട് കാര്യങ്ങൾ എന്നെ തടഞ്ഞിട്ടുണ്ട്. അതിതാ ഇപ്പോഴും എന്നെ തടഞ്ഞുകൊണ്ടിരിക്കുക. പക്ഷേ നന്നായി, അവൻ കൊണ്ടുപോയത് നന്നായി. ഇളച്ചൻ ഒന്നും അറിയരുത്. അവരവിടെ സുഖമായിട്ട് ജീവിക്കണമെങ്കിൽ ജീവിക്കട്ടെ. നാട്ടുകാരുടെ കാര്യം നോക്കാൻ നിൽക്കണ്ട കേട്ടോ. ശരി. എന്നാ അവർക്ക് എന്താന്ന് വെച്ചാ നീ കൊടുക്ക്. ആര് കഴിച്ചിട്ട് റൂമിൽ കിടന്നുറങ്ങട്ടെ. അച്ഛന് പോരാ. അച്ഛൻ എങ്ങോട്ടും പോണ്ട, ഇവിടെ കിടക്ക്. അച്ഛൻ കുടിച്ചത് ഇറങ്ങിപ്പോയടാ. കുറച്ച് ഒരു ഗ്ലാസ് കുടിച്ചിട്ട് വരാം. വേണ്ട, ഒരെണ്ണം കുടിച്ചിട്ട് വരാടാ. ദേ അച്ഛാ, എനിക്ക് നല്ല ദേഷ്യം വന്നിരിക്കുക. അച്ഛൻ അവിടെ മര്യാദക്കിരുന്നോ? അല്ലേലും നീ പറയുന്നത് കേൾക്കാനല്ലേ എന്റെ വിധി. അങ്കിള് മാസാട്ടോ. അവരങ്ങനെ ആറ്റിറ്റ്യൂഡിലൊക്കെ വിളിച്ചിറക്കി കൊണ്ടുവന്നത് സൂപ്പറായിരുന്നു. അപ്പൊ അങ്കിളിന് ആണുമാണ് സ്നേഹിക്കുന്നതിന് വെറുപ്പൊന്നുമില്ലേ? ആണു സ്നേഹിച്ച എത്ര മനോഹരമായ പ്രണയമാണെന്നറിയോ അത്? അത്ര മനോഹരാണോ? പിന്നല്ലാതെ ആണും പെണ്ണും പ്രണയിക്കുന്നത് എല്ലാവരും കണ്ടിട്ടുണ്ട്. പക്ഷെ ആണും പ്രണയിക്കുന്നത് ചുരുക്കം എല്ലാവരും കണ്ടിട്ടുണ്ടാവുള്ളൂ. ഒന്ന് പറഞ്ഞ ഈ നാട്ടിൽ ആരും കണ്ടിട്ടുണ്ടാവില്ല. പക്ഷെ ആ പ്രണയത്തിനൊരു പ്രത്യേക ഭംഗിയുണ്ട്. ആണ് നാണിക്കുന്നത് നീ കണ്ടിട്ടുണ്ടോ? ഇല്ല. അത് കാണെങ്കിൽ ആണും പ്രണയിക്കുമ്പോ അതൊന്ന് ഒളിഞ്ഞു നോക്കിയാൽ മതി. ചില നേരത്തെ അവരുടെ സംസാരത്തില് രണ്ടുപേരും ചുവന്ന് തൊടുത്ത് നാണിക്കുന്നത് നമുക്ക് കാണാൻ പറ്റും. ഞാൻ കണ്ടിട്ടുണ്ട് ആരിഷ് നാണിക്കുന്നത്. മറന്നുപോയി. മിണ്ടാണ്ടിരിക്കടി. അല്ല, അങ്കിളിന് എങ്ങനെ ഇത്ര അറിവൊക്കെ വന്നത് ഈ ഗേ കപ്പിൾസിനെ കുറിച്ച്? എന്താണ്, അങ്കിൾ ഒരു ഗേ ആയിരുന്നോ? പിന്നല്ലാതെ. ഗേ ആണെന്ന് അറിയാൻ എനിക്ക് വെറും 2 ദിവസം വേണ്ടി വന്നുള്ളൂ. അവനെ കണ്ട ദിവസം എനിക്ക് ഓർമ്മയുണ്ട്. അവൻ്റെ കണ്ണുകൾ, അവൻ്റെ ചുണ്ട്, അവൻ്റെ ചിരി എല്ലാം നല്ല ഭംഗിയായിരുന്നു. ചാച്ചൻ എന്തേ പറഞ്ഞത്? ആരുടെ കാര്യം സംസാരിച്ചത്? എൻ്റെ എൻ്റെ മാത്രം എൻ്റെ ജീവനായിരുന്നു അവൻ. ജീവ? അച്ഛാ, അങ്ങനെ ഒരാളെ കുറിച്ച് അച്ഛൻ പറയുന്നത് ഞാൻ കേട്ടിട്ടില്ലല്ലോ. അപ്പോ നീ ഇല്ല, നിന്നെ ഞാൻ കണ്ടിട്ടില്ല. നീ ജനിച്ചിട്ടില്ല എന്നാ എൻ്റെ ഒരു ഓർമ്മ. ഗായ്സ്, സോ ദാറ്റ് മീൻസ് ചാച്ചനൊരു കെ ആയിരുന്നു. ആൻഡ് ഹി ഓൾസോ ഹാവ് എ ലവർ. പക്ഷെ ഇപ്പൊ കൂടിയില്ല.
എടാ ആ സ്റ്റോറി എന്താന്ന് ചോദിക്കടാ പ്ലീസ്. ചോദിച്ചോക്കട്ടെ ചാച്ചാ. ചാച്ചാ ആ കഥ ഒന്ന് പറഞ്ഞുതരോ? നിങ്ങളെ രണ്ടുപേരും കണ്ടുമുട്ടിയത് ജീവ ആൻഡ് ചാച്ചൻ? അല്ല, അഭിമന്യുവിന്റെ, അതായത് ഈ അബിയുടെ ജീവ. എങ്കിൽ ഈ അബിയുടെ ജീവയുടെ കഥ പറ. അബിയുടെ ജീവയുടെയും കഥ. ജീവ അബി ദേ കിടക്കണം. മനുഷ്യന്മാരൊക്കെ ഉറക്കാൻ കളഞ്ഞിട്ട് ദേ കിടന്ന് ഉറങ്ങണം. ഇനി എന്ത് ചെയ്യും? ഇനിയിപ്പോ നാളെ നോക്കിയാൽ മതി. നാളെ ഇവിടെ നിന്ന് ഓടനേക്കാളും മുമ്പ്, മദ്യം കുടിക്കുന്നതിനേക്കാൾ മുമ്പ് ഇതിനെ പച്ചക്ക് കിട്ടിയാലേ കഥ ബാക്കി കേൾക്കാൻ പറ്റും. പച്ചക്ക് കിട്ടിയ കഥ പറഞ്ഞില്ലെങ്കിലോ? അതും സീന. അപ്പൊ എന്ത് ചെയ്യും? ഒരു ഗ്ലാസ് കൊടുത്തിട്ട് ഇരുത്താം. അപ്പൊ പിന്നെ പ്രശ്നമില്ലല്ലോ. ഒന്നാലും കള്ളു കുടിക്കാണ്ടിരിക്കാൻ പറ്റില്ല. അത് സാരില്ലടാ. എന്തായാലും നമുക്ക് ആ കഥ കേൾക്കാലോ. ശരി എന്നാ. അപ്പൊ എല്ലാരും പോയി കിടക്കാൻ നോക്ക്. ഗുഡ് നൈറ്റ്. ഗുഡ് നൈറ്റ്. ആരാ? എന്താ? അല്ല, നിങ്ങളൊക്കെ എന്തിനാ ഇപ്പൊ എനിക്ക് ചുറ്റും വന്നിരിക്കുന്നത്? അത് പിന്നെ ചാച്ചനെ പച്ചക്ക് കിട്ടാൻ വേണ്ടി. എന്നെ എന്തിനുണ്ടോ നിനക്ക് പച്ചക്ക് വറുത്തു തിന്നാനോ? അയ്യേ, അതിനൊന്നും അല്ല. നിങ്ങൾ കള്ളു കുടിക്കേണ്ട പച്ചക്ക് കിട്ടാൻ വേണ്ടി. അത് ഇത്തിരി ബുദ്ധിമുട്ടാ. ഞാൻ പോയി കുടിക്കട്ടെ. മാറ്. ചാച്ചാ. എന്താ? ജീവ. അവനെ കുറിച്ച് ആരാ നിങ്ങളോട് പറഞ്ഞത്? ചാച്ചൻ തന്നെ. ഞാനോ? ഇന്നലെ മദ്യപിച്ചിട്ട്. നിങ്ങളത് ഓർക്കാനൊന്നും നിൽക്കണ്ട. ഒന്നുമില്ല, മാറി. ഞാൻ ഒന്ന് പോട്ടെ. ചാച്ച പറ്റില്ല. അത് ചാച്ചൻ്റെ ബോയ് ഫ്രണ്ടാന്ന് ചാച്ചൻ തന്നെ ഞങ്ങളോട് പറഞ്ഞത്. അതുകൊണ്ട് ബാക്കി പറഞ്ഞിട്ട് പോയാൽ മതി. ഞാൻ അങ്ങനെ പറഞ്ഞോ? പറഞ്ഞു. അതെനിക്കിപ്പോൾ പറയാൻ താല്പര്യമില്ലടാ. മാറ് പ്ലീസ് ചാച്ച. എന്നെ ഇവനെ സപ്പോർട്ട് ചെയ്ത ചാച്ചന് എന്തുകൊണ്ടാ ചാച്ചൻ്റെ കാര്യം ഞങ്ങളോട് പറഞ്ഞാലും? എടാ, അത് നിങ്ങൾ അറിഞ്ഞിട്ട് പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല. ഒരു ദുരന്തം പിടിച്ച കഥയാ അത്. അത് സാരില്ല ചാച്ച. ഒന്ന് പറ പ്ലീസ്. എനിക്കറിയാം ചാച്ചൻ ഇപ്പൊ ഒരു മദ്യപാനി ആയതിന് പിന്നിൽ ഈ ഒരു കഥ തന്നെയാണെന്ന്. അത് ഞങ്ങൾക്കറിയണം. കുറെ കാലം ഇതിന്റെ പിന്നാലെ നടക്കുന്നു. പ്ലീസ് ചാച്ച. അപ്പോ നിനക്കൊക്കെ അത് അറിയണോ അല്ലേ? പാലക്കാട് താമസിക്കുന്ന എനിക്ക് തൃശ്ശൂർ വന്ന് പഠിക്കാൻ വലിയ ആഗ്രഹമായിരുന്നു. അതുകൊണ്ട് കേരളവർമ്മ കോളേജിൽ ഞാൻ ഡിഗ്രി പൂർത്തിയാക്കാൻ വന്നു. അവിടെയുള്ള രാഷ്ട്രീയവും കലാപരമായ പരിപാടികളും ഒക്കെ വലിയ ഫേമസ് ആയിരുന്നു ആ സമയത്ത്. അതുകൊണ്ട് തന്നെ അവിടെ ചെല്ലാനും അവിടുത്തെ ഒരു സഖാവാനും ഞാൻ ഒരുപാട് ആഗ്രഹിച്ചിരുന്നു. 3 വർഷത്തെ പഠിത്തത്തിന് ശേഷം അവിടെ അറിയപ്പെടുന്ന ഒരു സഖാവായി ഞാൻ പിന്നീട് PG ഞാൻ അവിടെ തന്നെ സെലക്ട് ചെയ്തു. 3 വർഷം കൊണ്ട് അവിടെ ഫേമസ് ആയ സഖാവിനെ എല്ലാവർക്കും വലിയ കാര്യമായിരുന്നു. സഖാവേ നമസ്കാരം. നമസ്കാരം. നിങ്ങളെ രാവിലെ തന്നെ ഈ കറുത്ത ഷർട്ടിലും വെള്ള മുടലും കാണാൻ എന്ത് ഭംഗിയാണെന്നറിയോ? നിനക്കെന്താ പ്രണയിക്കാൻ തോന്നുന്നുണ്ടോ? ഹിണ്ടടോ, പക്ഷെ ആണായി പോയില്ലേ. അതിനെന്താ, ആണിനും പ്രണയിക്കാലോ. അയ്യേ, ഞാൻ കൊണ്ടല്ലൊന്നുമല്ല. ഒന്ന് പോടാ. സഖാവേ, നാളത്തെ വോട്ടിംഗ് പരിപാടിയൊക്കെ? അത് ശരിയാക്കാം. നിങ്ങളൊരു പണി ചെയ്യ്. ആ പോസ്റ്റർ ഒട്ടിച്ചേക്ക്. മൈദമാവ് ഞാൻ അവിടെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. സഖാവേ. ഈ കോളേജിന്റെ ഐശ്വര്യം തന്നെ ഈ വാഗപ്പൂവാണ് അല്ലേടാ? പിന്നെ അല്ലാതെ ആ പച്ച കളറിൽ അങ്ങനെ നിറഞ്ഞ ചുമപ്പ കളർ നിൽക്കുമ്പോഴേ ഒരു പ്രത്യേകതര ഫീലാ. അതെ, നമ്മുടെ റൈറ്റർ ജീവ പറയുന്നത് പോലെ വേനലിലും വാടാതെ വിടർന്നു നിൽക്കുന്ന ആ വിപ്ലവ ചുവപ്പിനെ പ്രണയിക്കാത്ത സഖാവില്ലാത്തതിനാലാവാം സഖാവിനോടൊപ്പം എഴുത്തുകളിൽ എന്നും ആ വാഗയെങ്കിലും പൂക്കുന്നത്. ആരേ റൈറ്റർ ജീവ? നല്ല രസമുണ്ടല്ലോ കേൾക്കാൻ. നമ്മുടെ കോളേജിലെ ഫേമസ് റൈറ്ററാ. നീ അവനെ കണ്ടിട്ടില്ലേ? ഇല്ല. അതിനെവിടുന്ന നേരം? നീ തെണ്ടാ നടക്കല്ലേ? ഡേ സഖാവിനെ പറഞ്ഞാലുണ്ടല്ലോ. കാര്യല്ലേ പറഞ്ഞത്? ഇല്ലെങ്കിൽ നീ അറിയാണ്ടിരിക്കോ ഇത്രയും ഫേമസ് ആയ ഒരു റൈറ്റർ നമ്മുടെ കോളേജിലുണ്ടായിട്ടും? അത് പിന്നെ എനിക്ക് സമയമില്ലല്ലോ. സമയം അത് എനിക്കില്ലല്ലോ. അതന്നെയല്ല ഞാനും പറഞ്ഞത്. എന്തേലും ആട്ടെ. എനിവേ, അവൻ ഏത് ഇയറാ? അവൻ 2nd ഇയർ. എന്ന് പറയുമ്പോ നമ്മള് 3rd ഇയർ ആയപ്പോ അവൻ 1st ഇയറിൽ ഉണ്ടായിരുന്നെന്ന്. യെസ്. കണ്ടുപിടിക്കാലോ. ഇവിടെ തന്നെ ഉണ്ടാവുമല്ലോ. നോക്കാം. ഞാൻ കാണിച്ചു തരാം. വേണ്ടടാ,
ഞാൻ തേടി കണ്ടുപിടിക്കുന്ന സുഖം നീ കാണിച്ചു തരുമ്പോ കിട്ടില്ല. ഓ ആയിക്കോട്ടെ. ആ എന്നാ പിന്നെ ഞാൻ പോണു, എനിക്കൊരു മീറ്റിംഗ് ഉണ്ട്. ആ ചെല്ല്. ഓയ് സഖാവേ, തേർഡ് ഇയറിലെ പെൺപിള്ളേർക്ക് അങ്ങയോടൊരു നോട്ടമുണ്ട്. ആ നോക്കട്ടെ, നോക്കാനല്ലേ കണ്ണ്. അങ്ങനെയല്ലട പൊട്ടാ. മനസ്സിലായി, അവര് വായ നോക്കിക്കോട്ടെ. ആ നമ്മളെ വായ നോക്കാനൊന്നും ആരുമില്ല. സാരില്ല, നിന്നെ വേണമെങ്കിൽ ഞാൻ വായ നോക്കാം. നീ പോട ഭ്രാന്ത. അയ് ശരി. ആ ബുക്കിന്റെ ഫ്രണ്ട് പേജിൽ ഈ വരി മതിയോ? ഇതാരെഴുതിയതാ? ജീവ. പ്രേമമായിരുന്നു നിന്നിൽ സഖാവേ, പേടിയായിരുന്നെന്നും പറഞ്ഞിടാൻ, വരും ജന്മമുണ്ടെങ്കിലേ പൂമരം നിന്റെ ചങ്കിലെ പെണ്ണായി പിറന്നിടും. ഐ ഇങ്ങനെയല്ല അത് വായിക്കേണ്ടത്. അതെങ്ങനെയാണെന്ന് വെച്ചാൽ, പ്രേമമായിരുന്നെന്നിൽ സഖാവേ, പേടിയായിരുന്നെന്നും പറഞ്ഞിടാം, വരും ജന്മമുണ്ടെങ്കിലേ പൂമരം നിന്റെ ചങ്കിലെ പെണ്ണായി പിറന്നിടും. ജീവ, തന്റെ വരികളൊക്കെ ഞാൻ 2-3 പ്രാവശ്യമായിട്ട് വായിച്ചിട്ടുണ്ട്. നന്നായിട്ട് എഴുതൂല്ലേ? കൊള്ളാം, ഇഷ്ടമായി. അല്ല, വരികൾ ഇഷ്ടായെന്ന്. ഏതാ ഡിപ്പാർട്ട്മെന്റ്? ജീവ, വാ ക്ലാസ് തുടങ്ങി. പൊക്കോ, ക്ലാസ് കഴിയുമ്പോ കാണാം. വൈ ആർ യു സ്മൈലിംഗ്? ഓ ഒന്നുമില്ലപ്പാ. എങ്കിൽ നിനക്ക് കൊള്ളാം. വാ വാ, നമുക്ക് വേറെ പരിപാടികളുണ്ട്. അതാ വരുന്നു. എന്തുവാടാ ആലോചിച്ചെടുക്കുന്നേ? ഞാനിന്നേ ഒരു കവിത വായിച്ചു. അത് ആലോചിച്ചിട്ട് ഇങ്ങനെ കിടക്കുവായിരുന്നു. എന്ത് കവിത? പാടട്ടെ? ഓ പാടിക്കോ. പ്രേമമായിരുന്നിന്നിൽ സഖാവേ, പേടിയായിരുന്നെന്നും പറഞ്ഞിടാൻ, വരും ജന്മമുണ്ടെങ്കിലേ പൂമരം നിന്റെ ചങ്കിലെ പെണ്ണായി പിറന്നിടും. എങ്ങനെയുണ്ട്? വാവ്, ഇറ്റ്സ് റിയലി ഗുഡ്. ആണല്ലേ? എന്റെ കോളേജിൽ പഠിക്കുന്ന ഒരു പയ്യൻ എഴുതിയതാ. ആഹാ, എന്താ അവന്റെ പേര്? ജീവ. ഗുഡ് റൈറ്റർ. യാ ഐ നോ. എന്നാ പിന്നെ കിടക്കാൻ നോക്ക്, ഞാൻ പോട്ടെ. ഓ, അവളോട് സംസാരിക്കാൻ സമയമായി കാണും. പോടാ. എടാ, ഇത് പിന്നെ എന്താ ചെയ്യേണ്ടത്? എനിക്കറിയില്ല. അബി വന്നിട്ട് എന്താന്ന് വെച്ചാൽ തീരുമാനിക്കാം. എന്തു പറ്റി? അല്ല, അബിയേട്ടൻ ഇന്നലെ പറഞ്ഞ കാര്യമില്ലേ, അതൊന്നും ആയില്ല. കാശിയേട്ടൻ എന്ത് പറഞ്ഞു? പുള്ളിക്ക് ഇതിൽ ഇടപെടാൻ കഴിയില്ലെന്ന്. വാ. സാറേ, അവിടെ വിദ്യാർത്ഥി സമരം വരുന്നു. വിദ്യാർത്ഥിയോ? ആ കേരളവർമ്മ കോളേജിൽ നിന്ന് വരുന്നതാണ്. ഇവന്മാർക്ക് ഇപ്പൊ എന്തിന്റെയാ പ്രശ്നം? അതാ കേശവേട്ടന്റെ കടയുടെ കാര്യമാണ്. അത് മന്ത്രി ഗോപിയുടെ കണക്കല്ലേ? അതെ. അപ്പൊ ഇതിനെ നമുക്ക് പങ്കില്ല. അവന്മാരെ പിടിച്ചു മാറ്റ്. ശരി സാറേ. ദേ പിള്ളേരെ, ഞങ്ങക്ക് ക്ലാസ്സും കാര്യങ്ങളൊക്കെ ഉള്ളതാണ്. ക്ലാസ്സിലിരുന്ന് പഠിക്കൂ, വലിയ ഉയരത്തിലെത്തൂ. അല്ലാതെ ഇവിടെ വന്ന് കുറെ സമരം കാണിച്ചിട്ടുണ്ടെങ്കിൽ എന്തെങ്കിലും ആവുന്ന തോന്നുന്നുണ്ടോ? ഒന്നും ആവില്ല. മര്യാദയ്ക്ക് എല്ലാവരും കൂട്ടി അങ്ങോട്ട് തിരിച്ചു പോവാൻ നോക്ക്. സാറേ, പഠിച്ചു വലുതായിട്ട് ഇവന്മാരെ പോലുള്ളവരുടെ കാര്യം നോക്കി ജീവിക്കാനേ ഞങ്ങളെ കൊണ്ടാവില്ലെന്നേ. അതുകൊണ്ടാണ് ഞങ്ങൾ ഇപ്പോഴേ അതിനു വേണ്ടി പരിശ്രമിക്കുന്നത്. ഇപ്പൊ എന്തിനു ചെയ്താലല്ലേ ഭാവിയിൽ ഞങ്ങൾക്കൊരു ഉപകാരം ഉണ്ടാവും. ഓ അല്ല, നിങ്ങളിപ്പോ എന്തിനീ കേശവന്റെ പിന്നാലെ നടക്കുന്നത്? നിങ്ങൾക്ക് വേറെ എത്ര കാര്യങ്ങൾ ചെയ്തു തീർക്കാനുണ്ട്. കേശവേട്ടനുണ്ടല്ലോ, ഈ നാട്ടിലെ തന്നെ ഒരു ചായക്കടക്കാരനാണ്. ആ മനുഷ്യന്റെ ചായ കുടിച്ചു വരാണ് സാറും ഞങ്ങളും, അങ്ങനെ എല്ലാവരും. എന്നിട്ട് ആ ചേട്ടന്റെ കട മാറ്റി അവിടെ റോഡിന് വീതി കൂട്ടാന്ന് പറഞ്ഞാൽ നടക്കണ കാര്യമില്ല. അപ്പുറം ഭാഗത്ത് എത്ര സ്ഥലമുണ്ട്, അവിടെ വീതി കൂട്ടിക്കൂടെ? എന്തിനാണ് ഇപ്പുറത്തോട്ട് തന്നെ കൂട്ടുന്നത്? അത് പിന്നെ ആ സ്ഥലത്തിന് അവകാശികളുള്ളതുകൊണ്ട്. അവകാശികളല്ല, അവകാശി. അതും മന്ത്രി ഗോപി. അയാളുടെ സ്ഥലം അയാൾക്ക് എടുക്കാൻ പറ്റില്ല. അതുകൊണ്ട് ആ പാവപ്പെട്ട മനുഷ്യന്റെ കട മാറ്റി അവിടേക്ക് റോഡ് വീതി കൂട്ടുന്നു. ഞങ്ങൾ സമ്മതിച്ചതല്ല സാറേ. ഇതിനു വേണ്ടി എത്ര സമരം ചെയ്യേണ്ടി വന്നാലും ഞങ്ങൾ സമരം ചെയ്യുക തന്നെ ചെയ്യും. അങ്ങനെയാണെങ്കിൽ ആദ്യമെല്ലാം നിങ്ങളുടെ മേത്ത് തന്നെ പതിയും. കാണാം സാറേ, നാട്ടുകാരെ തല്ലിട്ട് നിങ്ങൾ എത്ര കാലം ഇവിടെ വിലസ് നടക്കുന്നത് നമുക്കൊന്ന് കാണാം. എന്താ അവിടെ പ്രശ്നം? അത് റോഡ് വീതി കൂട്ടിനെ കുറിച്ച് സംസാരിക്കുന്നതാണ്. അവിടെ ഒരു കടക്കാരനുണ്ട് കേശവൻ. പുള്ളിയുടെ കട പൊളിക്കണമെന്ന് പറഞ്ഞു. അതിനെതിരെ സമരം ചെയ്യാൻ വന്നതാ വിദ്യാർത്ഥികൾ.
എന്റെ പൊന്ന് സാറേ, ആ പാവം പിടിച്ച മനുഷ്യന്റെ കട പൊളിച്ചിട്ട് നിങ്ങൾക്കൊക്കെ എന്താണ് കിട്ടാമോന്നൊന്ന് പറഞ്ഞു തരും. അയാൾക്ക് 2 പെൺമക്കളാ. അവർ രണ്ടുപേരെയും കെട്ടിച്ചു കൊടുക്കാൻ നിൽക്കുന്നത് ഒരൊറ്റ കടയുടെ പ്രതീക്ഷയിലാണ്. ആ മനുഷ്യന് വേറെ ജോലി ചെയ്യാനുള്ള ആരോഗ്യം പോലും ഇല്ല. അങ്ങനെയുള്ള ഒരാളുടെ കട പൊളിച്ച് അവിടെ നിങ്ങൾക്ക് ഇഷ്ടത്തിന് പലതും ചെയ്യാന്നുണ്ടെങ്കിൽ എങ്ങനെ സാറേ ശരിയാവാ? പിന്നിത് സർക്കാർ പറയുന്നതല്ലേ, അത് പറയുന്നത് ഞങ്ങൾക്ക് ചെയ്യാനല്ലേ കഴിയൂ? സാറേ, ഈ സർക്കാർ എന്ന് പറയുന്നവരുണ്ടല്ലോ, അവരൊക്കെ ഉണ്ടായത് നമ്മളെപ്പോലുള്ള പാവം പിടിച്ച ജനങ്ങൾ വോട്ട് ചെയ്തിട്ട് വിജയിപ്പിച്ച് വിട്ടവരാണ്. എന്നിട്ട് അതിലൊരു മനുഷ്യന് ആവശ്യം വന്നപ്പോ എല്ലാവരും ഒറ്റക്കെട്ട് സമ്മതിക്കില്ല. ഞങ്ങൾ എത്ര സമരം ചെയ്യേണ്ടി വന്നാലും ഞങ്ങൾ ചെയ്യും. ദാസൻ സാറേ, ആ കുഞ്ഞോ മോനെന്താ ഇവിടെ? അവരോട് പറഞ്ഞോളൂ ആ കട പൊളിക്കുന്നില്ലെന്ന്, അപ്പുറത്തെ ഭാഗത്ത് വീതി കൂട്ടുന്നുള്ളൂന്ന് ഒന്ന് പറഞ്ഞേക്ക്. അല്ല കുഞ്ഞ്, സാറ് പേടിക്കണ്ട, ഞാൻ എന്താന്ന് വെച്ചാൽ ചെയ്തോളാം. ആ ശരി എന്നാ. മതി മതി നിർത്ത്, ഇനി സമരമൊന്നും വേണ്ട. നിങ്ങൾ പറഞ്ഞതുപോലെ കേശവന്റെ കട പൊളിക്കുന്നില്ല, അപ്പുറം ഭാഗത്ത് വീതി കൂട്ടുന്നുള്ളൂ. എല്ലാവരും ഇനി പിരിഞ്ഞു പോ. ഉറപ്പാണോ സാറേ? 100%. എങ്കിൽ കൊള്ളാം. ഇല്ലെങ്കിൽ ഞങ്ങൾ ആരാന്ന് നിങ്ങളെല്ലാവരും അറിയും. ഓ മതിയുടെ മതി, ചെല്ല്. ഡാ, നീയാണോ കേശവന്റെ? അതെ അച്ഛാ, എന്തിനാ വെറുതെ ഓരോ പാവങ്ങൾ ഇങ്ങനെ വേദനിപ്പിക്കുന്നത്? നമുക്ക് അപ്പുറത്തെ ഭാഗം എടുത്താൽ പോരെ? എടാ നീ പ്ലീസ് അച്ഛാ, പ്ലീസ്, ഞാൻ കാല് പിടിക്കാം. ആ മനുഷ്യനൊരു പാവ, അയാൾക്ക് 2 പെൺകുട്ടികളാ. അവരെ കല്യാണം കഴിപ്പിച്ചു കൊടുക്കാനുള്ള പൈസ അത് മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് നമ്മൾ എന്തിനാ വേറെ ആൾക്കാരെ ബുദ്ധിമുട്ടിക്കുന്നത്? ഒന്നില്ലെങ്കിലും അച്ഛനൊരു മന്ത്രിയല്ലേ. ശരി, താങ്ക് യു അച്ഛാ. ഹേ ജീവ, എന്താ? സത്യം പറയടോ, താൻ ആരാ? ആ പോലീസിന്റെ മോനാണോ അത് വേറെ ആരെങ്കിലും മോനാണോ? എന്താ അങ്ങനെ ചോദിച്ചത്? അല്ല, തൻ്റെ ഒരു വാക്കില് ആ കട പൊളിക്കില്ലെന്ന് പറഞ്ഞേ, അതുകൊണ്ട് ഞാൻ മന്ത്രി ഗോപിയുടെ മോനാ. ആ മന്ത്രി ഗോപിക്ക് ഇങ്ങനൊരു മോനുണ്ടെന്ന് ഞാൻ ഇതുവരെ അറിഞ്ഞില്ല. അറിയിക്കാൻ ശ്രമിച്ചില്ല, അത്രേ ഉള്ളൂ. എന്തേ? അത് അറിയിക്കാൻ തോന്നിയില്ല. പിന്നെ ഈ മീഡിയ ക്യാമറ അതിനോടൊന്നും എനിക്ക് താല്പര്യമില്ല. അതുകൊണ്ട്. താനൊരു സംഭവമാണല്ലോടോ. കണ്ടപ്പോൾ തൊട്ട് വ്യത്യസ്തമായ സ്വഭാവം, ആരോടധികം മിണ്ടില്ല, കവിത എഴുതും. ഇത്രയും വലിയ ആളുടെ മോനായിട്ടും അതിൻ്റെ ഒരു ജാടില്ല, അഹങ്കാരില്ല. എങ്ങനെയാണ് ജീവ ഇങ്ങനെയൊക്കെ സാധിക്കുന്നത്? പക്ഷെ എന്തൊക്കെ പറഞ്ഞാലും ഈ സ്വഭാവം എനിക്ക് അങ്ങോട്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ട്. അബി, ഈ ബുക്ക് ഒന്ന് നോക്കിയേ. എന്റെ പേരില്ല കാണുന്നത്. ആ കഥ നീ വായിച്ചു നോക്ക്, നല്ല കഥയാവും. എ റൊമാൻറ്റിക് സ്റ്റോറി. പക്ഷെ 1 സൈഡ് ആണെന്നുള്ളൂ, എങ്കിലും എനിക്കിഷ്ടമായി വായിക്കാനായിട്ട്. നീ വീട്ടിൽ പോകുമ്പോ ഒന്ന് വായിച്ചു നോക്ക്. റൈറ്റർ ആരാ? AJ എന്നാ കൊടുത്തേക്കുന്നത്. ഫുൾ പേരൊന്നുമില്ല, ചിലപ്പോ തൂലികാനാമമായിരിക്കും. ഞാൻ നോക്കാം. கோலமுத்தத்தில் களையத்தான் கூரைப்பட்டி ஏன் உடுத்தினாய் கூடல் பொழுதில் கசங்கத்தான் மங்கை கூந்தல் மலர்கள் எதற்கு கட்டில் மேலே. ജീവ സൂക്ഷിച്ചു നടക്കടോ. കണ്ടില്ല, അതാ സാരില്ല. അപ്പൊ ചിരിക്കാനൊക്കെ അറിയാലേ? തന്റെ ചിരി കാണാൻ നല്ല ഭംഗിയുണ്ട്. കുറച്ച് കഴിയുമ്പോൾ നമ്മുടെ ഹാളിലൊരു മീറ്റിംഗ് ഉണ്ട്, അങ്ങോട്ട് വാ. ശരി. എൻ്റെ പ്രിയപ്പെട്ട വിദ്യാർത്ഥി സുഹൃത്തുക്കളെ, നമ്മളുടെ SFIയുടെ നേതൃത്വത്തിൽ നമ്മൾ നടത്തുന്ന ഒരു പരിപാടിയുണ്ട്. ആ പരിപാടിയിൽ പങ്കെടുക്കാൻ താല്പര്യമുള്ളവർ അവരുടെ പേരും ഡീറ്റെയിൽസും ഇവിടെ കൊടുക്കേണ്ടതാണ്. പരിപാടികളുടെ ലിസ്റ്റും കാര്യങ്ങളും എന്താണെന്ന് വെച്ചാൽ കവിത, കഥ, അതുപോലെ കവിത ആലാപനം, അതുപോലെ പ്രസംഗം, സാഹിത്യപരമായ എല്ലാ കാര്യങ്ങളും, രചന എല്ലാം തന്നെ ഉണ്ട്. ചെയ്യാൻ താല്പര്യമുള്ളവർക്ക് ഇതിൽ പങ്കെടുക്കാവുന്നതാണ്. നൃത്ത പരിപാടികൾ അപ്പുറത്തെ ബ്ലോക്കിൽ നടക്കുന്നുണ്ട്. എല്ലാവരും എല്ലാത്തിലും പങ്കെടുക്കണം, മറക്കരുത്. നമ്മുടെ എല്ലാവരുടെയും കല, നമ്മുടെ എല്ലാവരുടെ ഉള്ളിൽ കിടക്കുന്ന പല കഴിവുകൾ പുറത്തെടുക്കാൻ കഴിയുന്ന ഏറ്റവും നല്ലൊരു അവസരമാണിത്. ആരും വെറുതെ കളയരുത്. ജീവ, ഞാൻ തന്നെയും കൂടി ഉദ്ദേശിച്ചിട്ടാണ് പറഞ്ഞത്. താൻ കവിതയിലും കഥയിലും കവിതാലാപനത്തിലും പങ്കെടുക്കണം, കേട്ടോ? അല്ല, ഞാൻ വേറൊന്നും പറയണ്ട, ഞാൻ തന്നെ പ്രതീക്ഷിക്കും. അപ്പൊ ബൈ.
വരികൾ ഞാൻ എഴുതിയതാ. ആരെയോ മനസ്സിൽ വിചാരിച്ചിട്ട് എഴുതിയതാണല്ലേ? ആ, എങ്ങനെ മനസ്സിലായി? അതാ വരികൾ പറയുന്നുണ്ടല്ലോ. ഇനി എഴുതണം, ഇനിയും പാടണം. കാരണം ഞാനിപ്പോൾ തൻ്റെ ഒരു ആരാധകനായി. അയ്യോ, സത്യമായിട്ടും. എന്നാൽ പിന്നെ ഞാൻ വേറെ പരിപാടികൾ ചെയ്യട്ടെ, എനിക്ക് കുറച്ച് പണിയുണ്ട്. ആ ശരി. താൻ ഭയങ്കര നാണക്കാരനാണല്ലേ? അങ്ങനെ തോന്നിയോ? പിന്നല്ലാതെ. താൻ ആരോടും കൂട്ടുകൂടുന്നില്ല. ഇങ്ങനെ ക്വൈറ്റ് ആൻഡ് കാം ആയിട്ട് ഒരു ഭാഗത്തുണ്ടാവും. കൂട്ടുകൂടാണ്ടാണ്. കൂട്ടുകൂടി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എൻ്റെ അച്ഛൻ ആരാന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ അവർക്ക് എന്നോട് പൂർണ്ണമായ ഒരു സുഹൃത്തായിട്ട് പെരുമാറാൻ സാധിക്കില്ലല്ലോ. ഞാനൊരു മന്ത്രിയുടെ മോന. എന്നോട് അവർക്ക് ദേഷ്യപ്പെടാൻ പറ്റില്ല, അതുപോലെ തന്നെ കളിയാക്കാൻ പറ്റില്ല. ഞാൻ എന്തെങ്കിലും അവർ ചെയ്യുന്നുള്ളൊരു പേടി, അതൊക്കെ അവരിൽ ഉണ്ടാവുമെന്ന് വിചാരിച്ചിട്ടാ ആരോടും കൂട്ടുകൂടാണ്ട് ഇങ്ങനെ മാറി നിൽക്കുന്നത്. ഞാൻ ഈ കൂട്ടുകൂടിയ അവരെൻ്റെ നിന്ന് അകന്നു പോയാൽ പിന്നെ അതെനിക്കൊരു വിഷമാവില്ലേ? അല്ലാണ്ട് എനിക്കങ്ങനെ സൗഹൃദങ്ങൾ വേണ്ടെന്നൊന്നുമല്ല. എനിക്ക് സൗഹൃദങ്ങൾ ഒത്തിരി ഇഷ്ടമാണ്, എല്ലാവരോടും സംസാരിക്കാൻ ഇഷ്ടമാണ്. പക്ഷേ എന്നാ ഞാനൊരു സൗഹൃദം തന്നാ സ്വീകരിക്കോ? അതേ, ഞാനിപ്പോ നീ മന്ത്രിയുടെ മോനാണെന്നും പറഞ്ഞ് അകൽച്ചൊന്നും കാട്ടാണ്ട് നിന്റെ ഒപ്പം നിന്റെ ബെസ്റ്റ് ഫ്രണ്ട് ആയിട്ട് എങ്ങനെ അത് തനിക്ക് താല്പര്യമില്ലെങ്കിൽ പറ. അയ്യോ, എനിക്ക് താല്പര്യക്കുറവൊന്നുമില്ല. എങ്കിൽ പിന്നെ ഫ്രണ്ട്സ്. ഫ്രണ്ട്സ്. എന്താ പരിപാടി? കവിത എഴുതാ? എന്താ ടോപ്പിക്? പ്രണയം. ആഹാ, അപ്പൊ ആരെയോ പ്രണയിക്കാൻ തുടങ്ങിയെന്നർത്ഥം. നാണം നോക്കിയേ, അപ്പൊ ആരോ ഉണ്ട്. ആരാ? സമയമാകുമ്പോ പറയാം. ഓ അങ്ങനെയോ? ഓക്കെ ദെൻ. ആരെയായിരിക്കും അവൻ പ്രണയിക്കുന്നത്? അറിയാണ്ടൊരു സമാധാനം കിട്ടുന്നില്ലല്ലോ. എനിക്കെന്തിനാ സമാധാനക്കേട്? അതിനും മാത്രം എന്താ ഞങ്ങൾ തമ്മിലുള്ളത്? ഹിസ് ജസ്റ്റ് മൈ ഫ്രണ്ട്, റൈറ്റ്? ജീവൻ ഇവിടെ ഒന്നും കാണുന്നില്ലല്ലോ. ഇതാണോ അവൻ എഴുതിയ കവിത? വായിച്ചു നോക്കാം. സഖാവി, നിന്റെ വാക്കുകൾ എഴുതുന്ന വരിയിൽ ഒരു അക്ഷരമായി ഞാൻ എപ്പോഴെങ്കിലും മാറുന്നതായി തോന്നുന്നു. നിന്റെ സ്വരത്തിലെ കഠിനതയിൽ പോലും ഒരു കരുണയുടെ താളം ഞാൻ എല്ലായ്പ്പോഴും കേൾക്കുന്നു. നിനക്ക് മുന്നിൽ ഞാൻ പോരാളിയല്ല, പക്ഷേ ഞാൻ പോരാടി തീർന്ന വാകയാണ്. നിന്റെ നോട്ടം ഒരിക്കൽ മാറിയാൽ എനിക്ക് വരികളില്ലാതാവും. അന്നവൻ പറയാതെ തന്നെ ആ പ്രണയകഥ അതെനിക്കുള്ളതാണെന്ന് മനസ്സിലായിരുന്നു. കാരണം ആ വരികളിൽ ആഴവും പ്രണയവും തീക്ഷ്ണതയും എല്ലാം ഞാൻ മനസ്സിലാക്കിയിരുന്നു. അവനായി എനിക്ക് നൽകാൻ കഴിയുന്ന വരികൾ ഞാൻ അവനും എഴുതി. ഞാൻ എഴുതിയ എൻ്റെ ബുക്ക് എന്തേ? എൻ്റെ ഏറെ പ്രിയപ്പെട്ട ഭാഗ്യയ്ക്ക് എഴുതാതെ എഴുതിയ കവിത പോലെയാണ് സഖി നമ്മുടെ പ്രണയം. നീ എഴുതി തുടങ്ങും മുൻപേ ഞാൻ വായിച്ചറിഞ്ഞിരുന്നു. വായിച്ചു അല്ലേ? അത് അഭിയേട്ടനാണെന്ന് മനസ്സിലായിരുന്നു. പിന്നെ ഇവിടെ ഏതാ സഖാവായിട്ടാ നീ ഇത്രയും കൂട്ട്? ജീവ, ഐ ലവ് യു. പക്ഷേ ഒരു പക്ഷേയില്ല. എനിക്കറിയാം ഇതിന് പിന്നിൽ വരാൻ പോകുന്ന ഭവിഷ്യത്തുകൾ എന്തൊക്കെയാണെന്ന്. പക്ഷേ ഇപ്പോൾ ഇവിടെ ജയിക്കേണ്ടത് നമ്മുടെ പ്രണയം മാത്രമാണ്. അതിൽ മറ്റാരും കടന്നു വരണ്ട, മറ്റാരെയും കടത്തി വിടുകയും വേണ്ട. എങ്കിലും നീ എന്നെ പ്രണയിക്കുന്നില്ലേ ജീവ? ഞാൻ എൻ്റെ ജീവനേക്കാൾ കൂടുതൽ. എങ്കിൽ പിന്നെ എന്തിനാ മറ്റുള്ളവരുടെ കാര്യം ചിന്തിക്കുന്നേ? നമുക്ക് നമ്മൾ മതി. ഒരു പക്ഷേ ഇനി ഭാവിയിൽ നമുക്ക് എന്തെങ്കിലും പ്രശ്നം വരികയാണെങ്കിൽ തന്നെ അപ്പോഴും ദേ ഈ കൈകളുണ്ടല്ലോ, വീടില്ല, ഒരിക്കലും വീടില്ല. പെട്ടെന്നുണ്ടായ പ്രണയമാണ്. അത് പെട്ടെന്ന് ഇല്ലാണ്ടാവുമെന്ന് പ്രതീക്ഷിക്കരുത്. ഒരിക്കലും അങ്ങനെ പെട്ടെന്ന് ഇല്ലാണ്ടാവില്ല. കാരണം ഞാൻ ആദ്യമായിട്ട് ഒരാളെ പ്രണയിക്കുന്നത്. എൻ്റെ ആദ്യത്തേതും അവസാനത്തെയും പ്രണയം അത് നിന്നിൽ തുടങ്ങി നിന്നിൽ തന്നെ അവസാനിക്കുകയും ചെയ്യും. പിന്നെ ഏജ് എന്ന് പറയുന്ന ഒരു കഥാകൃത്തിൽ ഒളിഞ്ഞിരിക്കുന്ന ജീവിയെന്ന് എൻ്റെ ഈ പ്രിയപ്പെട്ടവൻ എത്രത്തോളം എന്നെ സ്നേഹിക്കുന്നുണ്ടെന്നറിയാൻ അഭിമന്യു എന്ന കഥ വായിച്ചു നോക്കേണ്ടി വന്നു എനിക്ക്. ആ കഥയിലെ പെൺ കഥാപാത്രം നീയും
പ്രധാന കഥാപാത്രം ഞാനുമാണെന്ന് തിരിച്ചറിയാൻ എനിക്ക് ഒരുപാട് നേരമൊന്നും എടുത്തില്ല. 2 വർഷം ഒരാളെ അറിയിക്കാതെ പ്രണയിക്കാൻ നിനക്ക് എങ്ങനെ സാധിക്കുന്ന ജീവ? ഒരുപക്ഷെ പ്രണയം എന്താണെന്ന് ഞാൻ നിന്നിൽ നിന്നാണ് പഠിക്കേണ്ടത്. എന്നെ വിട്ടു പോവില്ലെന്ന് എനിക്കൊരു വാക്ക് തരൂ. എന്താ ജീവ, എന്റെ പ്രണയത്തിൽ എനിക്ക് വിശ്വാസമില്ലേ? അതുകൊണ്ടല്ല, നമുക്കിടയിൽ ആര് വേണമെങ്കിലും വരും. അവര് നമ്മുടെ പ്രണയത്തെ ഇല്ലാതാക്കാൻ ശ്രമിക്കും. ആ സമയത്ത് എങ്ങാനും നിങ്ങൾ എന്നിൽ നിന്ന് അകന്നു പോയാലോ? ഒരിക്കലില്ല. ഒരുപക്ഷെ ഈ ലോകം തന്നെ എന്നെ വെറുത്തേക്കാം, എന്നെ കുത്തി നോവിച്ചേക്കാം. പക്ഷെ അപ്പോഴും എന്റെ വലത് കൈയിൽ നിന്റെ ഇടത് കൈ ഉണ്ടാവും. ഡാബി, നീ എന്തോ ആലോചിച്ചിരിക്കുക? കൊറേ നേരമല്ലോ ഞാൻ വിളിക്കുന്നു. സോറിടാ. ഈ അടുത്ത സഖാവിന്റെ ശ്രദ്ധ ഇവിടെ ഒന്നും അല്ല. എന്തോ മനസ്സിലുണ്ടെന്ന് എനിക്കറിയാം. കണ്ടുപിടിച്ചോളാം. ഒന്ന് പോടെ ചേട്ടാ, നിനക്ക് എന്തെങ്കിലും ചെയ്യണമെങ്കിൽ നീർന്ന് ചെയ്താൽ മതി. എന്റെ കാര്യം അന്വേഷിക്കാൻ നിൽക്കണ്ട. ഓ ആയിക്കോട്ടെ തമ്പുറ, ഞാനേ അന്വേഷിക്കുന്നില്ല. ഡാഡാ, ഞാനൊരു കാര്യം പറഞ്ഞോട്ടെ. എന്താ? പറഞ്ഞു. എടാ, ഈ പെണ്ണും പ്രണയിക്കുന്നതും ആണും പ്രണയിക്കുന്നതിനെ കുറിച്ച് നിന്റെ അഭിപ്രായം എന്താ? എനിക്ക് പ്രത്യേകിച്ച് അഭിപ്രായങ്ങളൊന്നുമില്ലടാ. അതിപ്പോ അവർക്ക് പ്രണയിക്കാൻ തോന്നുന്നുണ്ടെങ്കിൽ അത് ഏത് ലിംഗമാണെങ്കിലും അത് അവരുടെ ഇഷ്ടമല്ലേ. ഞാനതിൽ തടയേണ്ട ആവശ്യമില്ലല്ലോ. അല്ല, ഇപ്പൊ ഇത് ചോദിക്കാൻ കാരണം ഞാനൊരാണിനെ പ്രണയിക്കുന്നത് കൊണ്ട്. ഡാ, പ്രണയിച്ചു പോയടാ. ഇനി മനസ്സിന്ന് പറിച്ചു കളയാൻ പറഞ്ഞ എന്നെ കൊണ്ട് സാധിക്കില്ല. എടാ അഭി, ഇത് നിസ്സാര കാര്യമൊന്നല്ല. ഇപ്പൊ നീ പറഞ്ഞതിന്റെ ഭവിഷ്യത്ത് എന്താണെന്നറിയോ? അറിയാം, അറിഞ്ഞിട്ട് തന്നെ ഈ പ്രണയിക്കുന്നതും. എടാ, അപ്പൊ പിന്നെ എന്തിനാ സീതയെ കല്യാണം കഴിക്കണ്ടെന്ന് അച്ഛൻ ചേട്ടനോട് പറഞ്ഞ ചേട്ടൻ ചെയ്യോ? ഒരിക്കലുമില്ല. അത് തന്നെ, അവനെ പ്രണയിക്കണ്ടെന്ന് ആര് പറഞ്ഞാലും ഞാൻ പ്രണയിക്കും. കാരണം അവനിപ്പോ എന്റെ ജീവനാണ്. എനിക്കൊരു കാര്യം മാത്രം അറിഞ്ഞാൽ മതി. എന്തെങ്കിലും ഇക്കാര്യം വീട്ടിലറിഞ്ഞ് പ്രശ്നമാകുമ്പോ ഏട്ടൻ എന്റെ കൂടെ ഉണ്ടാവുമോ? ഡാ, ഞാൻ ഉണ്ടാവും. സഖാവേ, എവിടെ വന്നേ? ഒരു കാര്യം കാണിച്ചു തരാം. എന്താ? ഇത് കണ്ടോ? മോനിട്ടം കൊണ്ടുവന്നതാ. നല്ല രസമില്ലേ? ഇതെന്താ സംഭവം? ബോക്സ ഗൾഫിൽ നിന്ന് കൊണ്ടുവന്നതാ. ആഹാ, കൊള്ളാലോ. ഇത് മണത്ത് നോക്കി, നല്ല മണാ. എനിക്കിഷ്ടായില്ല. ഇഷ്ടമായില്ലോ? പക്ഷെ എനിക്കിഷ്ടായല്ലോ. എന്റെ ഇഷ്ടപ്പെട്ട മണം വേറെയാ. അതേതാ മണം? കാണിച്ചറ, ഇങ്ങോട്ട് വാ. വന്നു. ഇതിനേക്കാൾ നല്ല മണം വേറെ എവിടെ കിട്ടാനാ? പാടുന്നു. നാളെ നമുക്ക് പുറത്തു പോവാം. അപ്പൊ ക്ലാസ്? ഒരു ദിവസം ക്ലാസ്സിൽ പോയില്ലെങ്കിൽ കുഴപ്പമില്ലടാ. ആണോ? ആന്ന്. ഓക്കേ. ഹായ്. എനിക്ക് ഒരു കവിത ഇപ്പൊ പാടിത്തരോ? ആലോക്കട്ടെ. ഇത് നോക്കി, ഈ പാട്ട് മതിയോ? നോക്കട്ടെ. കൊള്ളാം, പാടിയേ. ചിതറിത്തെറിക്കുന്ന ചിന്തകളിലെപ്പോഴും നിന്റെ പുഞ്ചിരിയൊന്നു മാത്രം. മഴവില്ലു പോലെ നീ മനസ്സിൽ തെളിയുമ്പോൾ ഉണരുന്നു എന്നിലെ മോഹങ്ങളും. ചിതറിത്തെറിക്കുന്ന ചിന്തകളിലെപ്പോഴും നിന്റെ ഈ പുഞ്ചിരിയൊന്നു മാത്രം. മഴവില്ലു പോലെ നീ മനസ്സിൽ തെളിയുമ്പോൾ ഉണരുന്നു എന്നിലെ മോഹങ്ങളും. ഇഷ്ടായോ? ഇഷ്ടായി. ഈ പാട്ടിനെയും ഈ പാട്ട് പാടിയ ആളെയും. പാടുന്നു. പിന്നീട് ഞങ്ങളുടെ പ്രണയ ദിനങ്ങളായിരുന്നു. ആരും കാണാതെ ഞങ്ങൾ പ്രണയിച്ചു കൊണ്ടേയിരുന്നു. തങ്കമൊരുകും നിന്റെ മേത്തകീട് ഞാനും നെഞ്ചിലെ അനുരാഗത്തിൻ മന്ത്രമെഴുതുമ്പോൾ കണ്ണിലെരിയും കുഞ്ഞുമൻ വിളക്കിൽ വീണ്ടും വിണ്ണൻ അഭിലാഷത്താൽ എണ്ണ പകരുമ്പോ തെച്ചിപ്പൂന്തോപ്പിൽ തത്തും ചുണ്ടിന്മേൽ ചുംബിക്കുമ്പോൾ ചെല്ലക്കാറ്റേ കൊഞ്ചുമ്പോ എന്തിനീ നാണം തേനിളം നാണം.
ഒരുപക്ഷെ ഒരാണിനും പെണ്ണിനും ഇതുപോലെ പ്രണയിക്കാൻ സാധിക്കില്ല. അതുപോലെയായിരുന്നു അവൻ എന്നെയും ഞാൻ അവനെയും പ്രണയിച്ചിരുന്നത്. ചെറിയ ചെറിയ കാര്യങ്ങളിൽ വ്യാകുലപ്പെടുന്നതും ചെറിയ ചെറിയ കാര്യങ്ങളിൽ സന്തോഷിക്കുന്നതും അതുപോലെ ചെറിയ കാര്യങ്ങളിൽ ദുഃഖം വരുന്നതുമായ ഒരു തരം കുഞ്ഞമാവയുടെ സ്വഭാവമായിരുന്നു അവന്. അവന്റെ ചുണ്ടിൽ പുഞ്ചിരി വരാൻ വലിയ വലിയ സാധനങ്ങളൊന്നും വാങ്ങിച്ചു കൊടുക്കണ്ട. ഞാനൊന്ന് എടുത്ത് ചേർന്നിരുന്ന് അവന്റെ നെറ്റിലൊന്ന് ചുംബിച്ചാൽ മാത്രം മതി. അതിൽ പരം സന്തോഷം അവന് വേറെ കിട്ടാനില്ല. അവനൊരു കുഞ്ഞു വാവയായിരുന്നു. അതുകൊണ്ട് തന്നെ ഒരു കുഞ്ഞിനെ നോക്കുന്ന പോലെയാ ഞാൻ അവനെ നോക്കിയിരുന്നതും. ആർക്കും അവനെ തട്ടിക്കളിക്കാൻ കൊടുത്തിട്ടില്ല. ആരുടെ ഇടയിലും അവനൊരു കളിപ്പാട്ടമാക്കാൻ ഞാൻ ശ്രമിച്ചിട്ടില്ല. എന്നും എപ്പോഴും എന്നെ നെഞ്ചിൽ മാത്രം ഉണ്ടായാൽ മതി എന്ന് ഞാൻ ആഗ്രഹിച്ചിട്ടുള്ളൂ. അവനൊരു പ്രണയ കാവ്യമായിരുന്നു. വായിക്കും തോറും പ്രണയത്തിലേക്ക് ആഴ്ന്നിറങ്ങുന്ന പോലെയാ എനിക്ക് തോന്നിയത്. എന്നിട്ട് പിന്നെ എന്ത് സംഭവിച്ചു ചാച്ച? ഒരു വർഷം ഞങ്ങൾ അഗാധമായി പ്രണയിച്ചു. പക്ഷെ അത് സുനാമിക്ക് മുന്നേയുള്ള നിശബ്ദതയായിരുന്നു എന്ന് ഞങ്ങൾക്ക് അറിയില്ലായിരുന്നു. ജീവ, അതെ, ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ? ചോയ്ക്ക്. അല്ല, സാധാരണ സഖാവിന് സഖ്യല്ലേ ഉണ്ടാവാ, നീ എന്തിനാ ഈ വാഗനെ പിടിച്ചത്? അതെ, 2 വർഷങ്ങൾക്ക് മുന്നേ നിങ്ങൾ ഒറ്റയ്ക്ക് സഖാവായിട്ട് ഇവിടെ നടക്കുമ്പോ എനിക്ക് നിങ്ങളെ വന്ന് പ്രണയിക്കാനൊന്നും പറ്റിയിരുന്നില്ലല്ലോ. അപ്പോ ഈ വാഗയുടെ പോലെ ഒരു ഭാഗത്ത് നിന്ന് നിങ്ങളെ കാണാനല്ലേ എനിക്ക് സാധിച്ചുള്ളൂ. അപ്പോ ഓട്ടോമാറ്റിക്കലി ഞാൻ വാഗയായി. അല്ലാണ്ട് സഖിയാവാൻ എനിക്ക് ഇൻട്രസ്റ്റ് ഇല്ലാണ്ടല്ല. ഇപ്പൊ ഞാൻ നിങ്ങളുടെ സഖിയല്ലേ? അതെ. ഇളയച്ച, അയ്യോ തല്ലല്ലേ കൊച്ചനെ, നീ ആ മന്ത്രി ഗോപിയുടെ മോനല്ലേ? അപ്പൊ വെറുതെ അല്ല മന്ത്രി മോനെ അടച്ചിട്ട് വളർത്തിയത്. ഇങ്ങനത്തെ ഉള്ളവനല്ലേ പഠിച്ചു വിട്ടേക്കുന്നേ. ഇളയച്ച, മാന്യമായി സംസാരിക്കണം. മാന്യമായ പ്രവൃത്തി ചെയ്താലേ മാന്യത കിട്ടൂ. അത് നീ ആദ്യം മനസ്സിലാക്കുക. നിന്റെ അച്ഛനും അമ്മ ഇത് അറിഞ്ഞാൽ എന്താ സംഭവിക്കാന്ന് അറിയോ? അറിഞ്ഞിട്ടൊക്കെ തന്നെയാണ് ഞാൻ അവനെ പ്രണയിച്ചത്. ഓ, അപ്പൊ എല്ലാം അറിയാം. ഇതിന് പിന്നിൽ നിനക്ക് കിട്ടാൻ പോകുന്ന പ്രശ്നങ്ങളൊക്കെ നിനക്കറിയാം. എന്നിട്ടും നീ ഇത് ചെയ്തു അല്ലേ? ചെയ്തു. ഇഷ്ടപ്പെട്ടവനെ പ്രണയിക്കുന്നതിൽ ഒരു തെറ്റുമില്ല. അത് സ്ത്രീ ആണെങ്കിൽ മാത്രം തെറ്റില്ല. പക്ഷേ ഇത് പുരുഷനാ. എന്തേ, പുരുഷനെ സ്നേഹിച്ചൂടെ? പാടില്ല. അത് പ്രകൃതി നിയമം തെറ്റിക്കുന്നതിന് തുല്യമാണ്. എനിക്കത് തെറ്റാണെന്ന് തോന്നില്ല. നിനക്ക് തോന്നില്ലടാ? അതെങ്ങനെ? ഇവൻ വശീകരിച്ച് വെച്ചേക്കല്ലേ നിന്നെ? ഇനിയും നിങ്ങൾ അവനെ കുറിച്ച് വൃത്തികേട് പറഞ്ഞുകൊണ്ട് നിന്ന എന്റെ കൈക്ക് നിങ്ങൾ പണിയുണ്ടാക്കും. അഭി, പ്ലീസ് നിർത്ത്. ഇതൊന്നും വേണ്ട. നീ പേടിക്കാതെ നിൽക്ക്. എന്തിനാ പേടിക്കുന്നേ? നമ്മ പ്രണയിക്കുന്നുണ്ടെങ്കിൽ അതൊന്നിക്കാൻ വേണ്ടി മാത്രമായിരിക്കും. ഇതിനിടയിൽ ആര് തടസ്സം വന്നാലും ഞാൻ പറഞ്ഞ വാക്ക് പിൻവലിക്കില്ല. എനിക്കൊരു വാക്കുള്ളൂ, മനസ്സിലാക്കി ജീവ. ഓഹോ, ശരിയാക്കി തരാം. ഇന്നത്തോടു കൂടി ഇത് ഞാൻ നിർത്തിച്ചു തരാം. അഭി, എനിക്ക് പേടിയാവുന്നടാ. നീ എന്തിനാ ജീവിങ്ങനെ കരയുന്നത്? നിന്നെ ആരെങ്കിലും എന്തെങ്കിലും ചെയ്തോ? ആരും നിന്നെ ഒന്നും ചെയ്യാൻ പോകുന്നില്ല. ഞാൻ ഇവിടെ നിൽക്കുന്നിടത്തോളം കാലം നിന്നെ ആരൊന്നും ചെയ്യില്ല, കേട്ടോ? എടാ, എന്നെ ഒന്നും ചെയ്യുന്നതിലല്ല. നിന്നെ ആരെങ്കിലും എന്തെങ്കിലും ചെയ്തോ? ഒന്നും ചെയ്യില്ല, മിണ്ടാണ്ടിരിക്കേ. അഭി, നടക്ക്. ജീവ, ആരും കാണാതെ വേഗം വണ്ടിയിൽ കയറ്. എന്തിന്? എന്ത് തെറ്റ് ചെയ്തിട്ട്? ദേ, നിങ്ങൾ നിങ്ങളുടെ മോനെ പിടിച്ചിട്ട് പോകുന്നതാണ് നല്ലത്. ഇല്ലെങ്കിൽ ഇവൻ എന്റെ ആൾക്കാരെ കൈകൊണ്ട് എന്നെ ചാവും. അഭി, പറയുന്നത് കേൾക്ക്. എത്രയും പെട്ടെന്ന് എന്റെ കൂടെ വാ. ഇല്ല അച്ഛാ, എനിക്ക് വരാൻ സാധിക്കില്ല. എന്തുകൊണ്ട് നിനക്ക് വരാൻ സാധിക്കില്ല? ഞാൻ പ്രണയിക്കുന്നവനെ അറക്കാൻ കൊടുത്തിട്ട് എനിക്ക് അങ്ങനെ സുഖമായിട്ട് ജീവിക്കണ്ട, അത്ര തന്നെ. ഞാൻ വരുന്നുണ്ടെങ്കിൽ ദേ ഇവന്റെ കൈ എന്റെ കയ്യിലുണ്ടാവും. മാന്യം മര്യാദയ്ക്ക് ജനങ്ങളുടെ ഇടയിൽ നല്ല പേര് കൊണ്ട് നിൽക്കുന്ന ഒരു മന്ത്രിയാണ് ഞാൻ. എന്റെ മകനോട് നീ ചെയ്തതിന് നിന്നെ കൊന്നുകളയാണ് വേണ്ടത്. പക്ഷെ അത് ചെയ്യാത്തത് നിനക്ക് ഞാൻ ഒരു അവസരം തരുന്നതാ. നന്നായിട്ട് ജീവിക്കാൻ നോക്ക്. എന്നാ മന്ത്രിയോടാണ്. അവനില്ലാത്ത ജീവിതം അതെനിക്കില്ല. അഭി, ഡാ, നീ ഇവിടെ വെറുതെ ഒരു സീൻ ക്രിയേറ്റ് ചെയ്യരുത്. ഏട്ടാ, ഏട്ടനറിയാവുന്നതല്ലേ? ഏട്ടൻ പറ, സംസാരിക്കേ. എടാ, ആൾക്കാരൊക്കെ ശ്രദ്ധിക്കുന്നടാ. ഇപ്പൊ പറഞ്ഞ എന്തെങ്കിലുമൊക്കെ പ്രശ്നം വരും. നാട്ടുകാരുടെ മുഖത്ത് നോക്കാൻ പറ്റാണ്ടോ. നീ വന്നേ. ഏട്ടാ, നിങ്ങള് എന്റെ കൂടെ നിൽക്കാന്ന് പറഞ്ഞിട്ട് ഇപ്പൊ എന്താ കാല് മാറുന്നേ? കാല് മാറുന്നതല്ലടാ, ഇവിടെ ഇനി ഒരു പ്രശ്നം ഉണ്ടാവാൻ പാടില്ല. നീ ഒന്ന് വന്നേ. ഇല്ല, ഞാൻ വരില്ല. അവനില്ലാണ്ട് ഞാൻ എങ്ങോട്ടും ഇല്ല. മര്യാദയ്ക്ക് അവനിവിടുന്ന് പറഞ്ഞയച്ചില്ലെങ്കിൽ സത്യമായിട്ടും അവന്റെ ശവം നാളെ നീ കാണും ചെയ്യുക.
നിനക്കെന്നെ നന്നായിട്ട് അറിയാവുന്നതല്ലേ എത്ര ജീവൻ ഈ കൈ കൊണ്ടെടുത്തിട്ടുണ്ടെന്ന്. ആ ഒരു ജീവൻ എടുക്കാൻ കൂടി എനിക്ക് മടിയില്ല. നിനക്കിനി അവൻ ജീവിച്ചിരിക്കണമെന്നാണെങ്കിൽ മര്യാദയ്ക്ക് എൻ്റെ കൂടെ പോന്നോളൂ. അബി, ആ ജീവ, നീ പേടിക്കണ്ട. നമ്മൾ ജീവിക്കും. നമ്മൾ ഇവരുടെ മുമ്പിൽ തന്നെ ജീവിക്കും. ആരും ഒന്നും ചെയ്യാൻ പോലുള്ള നമ്മള്. അബി, ഞാൻ പറയുന്നത് കേൾക്ക്. നീ കരയാണ്ട് നിൽക്ക്. ഞാൻ പറയുന്നത്. അബി പ്ലീസ്, ഞാനൊന്ന് പറഞ്ഞോട്ടെ. ഇത് ശരിയാവുന്ന തോന്നുന്നില്ല അബി. നീ എനിക്ക് വാക്ക് തന്നതാ. നീ എന്നെ അവസാന നിമിഷം പോലും ഇട്ടേച്ച് പോയില്ലെന്ന്. പക്ഷെ ആ വാക്ക് ഞാൻ തെറ്റിക്കുക. എനിക്ക് വേറെ നിവർത്തിയില്ല. നമ്മൾ ഒന്നിക്കാൻ പാടില്ല. അടുത്തൊരു ജന്മം നമുക്കുണ്ടാവുകയാണെങ്കിൽ തീർച്ചയായും ഞാനൊരു പെണ്ണായി ജനിക്കട്ടെ. എന്നിട്ട് നമുക്ക് ഒന്നിക്കാം അബി, പ്ലീസ്. ഇപ്പൊ വേണ്ട, നിന്നൊരു പെണ്ണായിട്ട് എനിക്ക് വേണ്ടടാ. കാരണം ഞാൻ സ്നേഹിച്ചത് നീ എന്ന ആണിനെയാണ്. അതിനെ മാത്രം എനിക്ക് മതി. ഇനി ഒരു ജന്മവും എനിക്ക് വേണ്ട. ഇനി ഒരൊറ്റ ജന്മത്തിൽ നമ്മൾ ഒന്നായിരിക്കണം. അതെന്തായാലും നടന്നിരിക്കും. നീ പേടിക്കേണ്ട. നിന്നെ ആരൊന്നും ചെയ്യില്ല. എന്നെ ആരൊന്നും ചെയ്യില്ല. പക്ഷെ നിന്നെ ആരെങ്കിലും എന്തെങ്കിലും ചെയ്യും. എന്നെ നഷ്ടപ്പെട്ട എനിക്ക് ജീവിക്കാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നുണ്ടോ? അതുകൊണ്ട് പ്ലീസ് അബി, പോ. ഞാൻ പോവില്ല ജീവ. രണ്ട് മിനിറ്റ് സമയം ഞാൻ നിനക്ക് തരും. എന്താണെന്ന് വെച്ചാൽ പറഞ്ഞു തീർത്ത് വണ്ടി കയറാൻ നോക്ക്. ഐ ലവ് യു സോ മച്ച്. ഇപ്പോഴും എനിക്ക് നിന്നെ സഹിക്കാൻ പറ്റില്ല. ഞാൻ അങ്ങ് ദൂരെ മാറി നിന്ന് നിന്നെ കാണുന്നൊരു വാഗ മാത്രം എനിക്കിനി വാഗയായിരിക്കാൻ സാധിക്കും. അടുത്തൊരു ജന്മം ഇനിയുണ്ടെങ്കിൽ എന്റെ സഖിയായിട്ട് ഞാനുണ്ടാവും. ജീവ, നീ ഒന്ന് നിർത്തുന്നുണ്ട് ഈ പറയുന്നത്? ഇല്ല, ഞാൻ പോവാ. നീ ഇട്ടേച്ച് പോവാ. നിന്റെ ജീവിതത്തിൽ ഞാനിനി പാടില്ല, ഒരിക്കലും പാടില്ല. ഐ ലവ് യു അബി. ഐ ലവ് യു സോ മച്ച്. ബൈ. ജീവ പോവല്ലേ പ്ലീസ്. ഞാൻ കാല് പിടിക്കാം. ഇല്ല അബി, എന്നെ വീട്. ജീവ പ്ലീസ്, പ്ലീസ് ഡാ. നോ, ഈ ജന്മം നമുക്കുള്ളതല്ല. അന്ന് ഞാൻ അല്ലറി വിളിച്ചിട്ടു അവൻ എന്റെ വാക്കുകൾ കേട്ടില്ല. അവൻ എന്നെ വേണ്ടെന്ന് വെച്ച് പോയി. ഇന്നോ നാളെയോ അവൻ വരുന്ന കരുതി അവിടുന്ന് ഞാൻ മാറിയില്ല. അവിടെ തന്നെ നിന്നു. പക്ഷെ അവൻ തിരിച്ചു വന്നില്ല. ഒരുപാട് ദിവസമായിട്ട് അവൻ വരാണ്ടായപ്പോ ആത്മഹത്യ ചെയ്യാനാ ശ്രമിച്ചത്. പക്ഷെ എന്റെ ഉള്ളിലെ സഖാവ് രക്തസാക്ഷിയാവാനേ നിന്നിട്ടുള്ളൂ. പക്ഷെ ഒരിക്കലും ഒരു ഭീരുവല്ലായിരുന്നു. അതുകൊണ്ട് ജീവിച്ചു. ഒരിക്കലെങ്കിലും അവൻ എനിക്ക് വേണ്ടി തിരിച്ചു വരുന്ന കാത്തിരുന്നു. പക്ഷെ വയസ്സ് 40-45 കഴിഞ്ഞു. എന്നിട്ടും അവൻ വന്നില്ല. അവനെ കാത്ത് ഞാനിങ്ങനെ ഇരിക്കുന്നു. പിന്നീട് എല്ലാത്തിനോടും എനിക്കൊരു തരം ഭ്രാന്തായിരുന്നു. എല്ലാവരോടും എന്നെ ഇങ്ങനെ ആക്കിയത് എൻ്റെ അച്ഛനും എൻ്റെ ചേട്ടനും എൻ്റെ ഇളയച്ചനാണെന്ന് ഞാൻ തന്നെ എൻ്റെ മനസ്സിൽ കുത്തി അറിയിച്ചു. അവസാനം കള്ളു കുടിക്കാൻ തുടങ്ങി. പിന്നീട് കള്ളുകൂടിയാനായി. പിന്നെ ആ ലഹരി എന്നെ ഒരുപാട് സഹായിച്ചു. അവൻ്റെ ഓർമ്മകളെല്ലാം മറന്ന് ഉറങ്ങാൻ എന്നെ പഠിപ്പിച്ചു. പതിയെ ആ ലഹരിയും എന്നെ വേദനിപ്പിക്കാൻ തുടങ്ങി. പക്ഷെ നിർത്തിയില്ല. എങ്ങനെങ്കിലും ഒന്ന് ചത്തുപോയാൽ അത്ര നല്ല കാര്യം. പക്ഷെ ഒന്നും നടന്നില്ല. ഇതാ ജീവയുടെയും ഹബിയുടെയും കഥ. മതിയായില്ലേ? ഇനി നിങ്ങൾ പോകാൻ നോക്ക്. എനിക്കൊരു ഗ്ലാസ് കുടിക്കണം. അങ്കിൾ, ജീവയുടെ പണ്ടത്തെ ഫോട്ടോ വല്ലതുണ്ടോ? നീ പറഞ്ഞ റൈറ്റർ ജീവയില് ആ ജീവ തന്നെയാണ് എന്റെ ജീവ. അപ്പോ അഭിമന്യു നിങ്ങളുടെ കഥയായിരുന്നോ? ചാച്ചാ, ജീവ എവിടെയുണ്ടെന്ന് ഞങ്ങൾക്കറിയാം. അത് എന്റെ ജീവയായിരിക്കില്ല. ആണ്, 100% എങ്കിൽ എന്തേ ഞാൻ അവൻ അന്വേഷിച്ച് നടന്നതുപോലെ എന്നെ തിരഞ്ഞവൻ വരാതിരുന്നത്? അതെന്റെ ജീവയായിരുന്നെങ്കിൽ ഇവിടെ ഉണ്ടാവുമായിരുന്നു. നിങ്ങൾ പറയുന്ന ജീവ എന്റെ ജീവയല്ല. ശരി, ഇപ്പൊ ചാച്ചൻ അങ്ങനെയാണ് വിശ്വസിക്കുന്നതെങ്കിൽ അങ്ങനെ തന്നെ വിശ്വസിച്ചോ. പക്ഷെ ഒന്ന് ഞങ്ങളുടെ കൂടെ വരണം. ഞങ്ങൾ കാണിച്ചു തരാം. എന്നിട്ട് അത് നിങ്ങളുടെ ജീവയല്ലെങ്കിൽ വേണ്ട, നമുക്ക് തിരിച്ചു പോരാം. നിങ്ങൾ രണ്ടുപേരും ആരുടെ കാര്യം പറയുന്നത് പറഞ്ഞുതരാം. പക്ഷെ ഇപ്പൊ ചാച്ചന്റെ മറുപടിയാണ് ഞങ്ങൾക്ക് വേണ്ടത്. ശരി, ഞാൻ വരാം. പക്ഷെ ഇനി അതെന്റെ ജീവയല്ലെങ്കിൽ അതെനിക്ക് ശരിക്കും വേദന ഉണ്ടാക്കും. ഇല്ല അങ്കിൾ, ഒരിക്കലും ഞങ്ങൾ അങ്കിളിനെ വിഷമിപ്പിക്കില്ല. അപ്പോ നാളെ നമ്മൾ 5 പേരും അമേരിക്കയിലോട്ട് പോകും. ജീവ, ഐ എം വിഷിംഗ് യു വിൽ ബി there. നീ എൻ്റെ
സ്വർഗമല്ലേ പൂത്തരാവല്ലേ എൻ്റെ പൂന്തളിരല്ലേ. ഇത് അയ്യോ പേടിക്കണ്ട, ഇത് ഞങ്ങളുടെ അപ്പൂപ്പനാ. ശരിക്കുള്ള ജീവ ദാ ഇരിക്കുന്നു, അതാ. ജീവ സഖാവേ, ഇത്രയും കാലം നീ എവിടെയായിരുന്നു? എത്ര തവണ ഞാൻ നിനക്ക് വേണ്ടി, നിന്റെ ഒരു വിളിക്ക് വേണ്ടി കാത്തിരുന്നിട്ടുണ്ടെന്നറിയോ? ഒരിക്കൽ പോലും എന്നെ കാണുമെന്ന് നിനക്ക് തോന്നിയിട്ടില്ലേ? അത്രയും നിനക്ക് എന്നെ മടുത്തോ? അതോ നീ മൂവ് ഓൺ ആയോ? നല്ലൊരു ജീവിതം, ഭാര്യ, മക്കള്, അങ്ങനെയൊക്കെ. എന്തേ ഒന്നും പറയാനില്ല? അതൊക്കെ സത്യമാണോ? എത്രയോ രാത്രികൾ നിന്നെ ഓർത്ത് കരഞ്ഞിട്ടുണ്ടെന്ന് നിനക്കറിയോ? ഒരിക്കലെങ്കിലും ഇത്രയും വലിയ രാജ്യത്ത് നീ ജീവിക്കുമ്പോൾ ഒരു പ്രാവശ്യമെങ്കിലും എന്നൊന്ന് വന്ന് കാണാൻ ഒന്ന് ശ്രമിച്ചുകൂടായിരുന്നു? അല്ലേലും മടുക്കം വരേക്കല്ലേ എല്ലാം. പക്ഷെ എനിക്ക് നീ അങ്ങനെ അല്ലായിരുന്നു. എന്തൊരു തരം ലഹരിയായിരുന്നു. എത്രയോ കാര്യങ്ങൾ എനിക്ക് പറയാനുണ്ടായിരുന്നു. പക്ഷെ നിന്നിങ്ങനെ നോക്കി നിൽക്കാനേ കഴിയുന്നുള്ളൂ. എന്താണ് സഖാവ്? സഖാവ് കരയോ? എന്തേടാ, ഞാൻ മനുഷ്യനല്ലേ? പക്ഷേ ഞാൻ കണ്ട സഖാവ് ഇങ്ങനെ കരയില്ലായിരുന്നു. അന്ന് നിന്റെ സഖാവായിരുന്നു, ഇപ്പോ വെറും ഒരു ജഡം. അരുത്, അങ്ങനെ പറയരുത്. പിന്നെ ഞാൻ എന്താ പറയണ്ടേ? ഞാൻ ചോദിച്ചതിനൊന്നും നീ ഉത്തരം പറയുന്നില്ല. ഞാൻ നോക്കുമായിരുന്നു എത്ര മാറ്റങ്ങളാ നിനക്ക് വന്നേന്ന്. തല നരച്ചു, താടിയിലെല്ലാം വെള്ള രോമങ്ങൾ, അതുകൂടാണ്ട് ചെറിയ ചെറിയ ചുളിവുകള്, പിന്നെ വയറൊക്കെ ചെറുതായി വന്നിട്ടുണ്ട്. മാത്രല്ല ഇപ്പോഴും ആ ചുണ്ടിന്റെ അടിയിലെ മറുക്ക്, അതിനൊന്നും സംഭവിച്ചിട്ടില്ല. അതേ ഭംഗിയെ തന്നെ ഇരിക്കുന്നുണ്ട്. പക്ഷെ ആ കണ്ണുകളിലെ തിളക്കമെല്ലാം പോയി കഴിഞ്ഞിരിക്കുന്നു. അതിനിപ്പോ പഴയ ആ തിളക്കമൊന്നുമില്ല. മാത്രല്ല ശരീരമൊക്കെ എന്തോ പോലെ ആയിട്ടുണ്ട്. നീ മദ്യപിക്കാറുണ്ടോ? നീ പോയ അന്ന് മുതൽ ഒരു മദ്യപാനിയായിരുന്നു. എന്തിനാ? അതൊന്നും നിനക്ക് ഇഷ്ടമല്ലായിരുന്നല്ലോ. ഇഷ്ടപ്പെട്ടു പോയി. ചില ഓർമ്മകൾ മറക്കാൻ വേണ്ടി ഞാൻ അവനെ ആശ്രയിച്ചു, അത് തന്നെ. പക്ഷെ ഒരിക്കൽ പോലും ഞാൻ നിന്നെ മറക്കാൻ ശ്രമിച്ചില്ല. കുറെ തവണ ഞാൻ നിന്റെ ഓർമ്മയിൽ പൊട്ടി കരഞ്ഞിട്ടുണ്ട്. അപ്പോഴെല്ലാം മദ്യത്തെക്കാൾ ലഹരി എഴുതുന്നതിലായിരുന്നു. നിന്നെക്കുറിച്ച് എഴുതിക്കൊണ്ടേയിരുന്നു. പക്ഷേ എനിക്ക് അങ്ങനെയല്ലായിരുന്നല്ലോ. 1 വർഷം കാത്തിരുന്നു, പിന്നീട് അത് 5 വർഷം, 10 വർഷം, ഇപ്പൊ എത്ര വർഷം കഴിഞ്ഞെന്ന് നിനക്കറിയോ? നീ വരുമെന്ന് വിശ്വസിച്ചുവെങ്കിലും കാലം എന്നെ ദയയില്ലാതെ തിന്നുകയായിരുന്നു. ആ സമയത്ത് കണ്ണീരായിരുന്നു എന്റെ കൂട്ടുകാരി. ഇന്നാണ് ആ കണ്ണീർ ആദ്യമായി സന്തോഷമായി മാറുന്നത്. ഇനിയും നിന്നെ നഷ്ടപ്പെടുത്താൻ എനിക്ക് വയ്യ. പ്ലീസ് ജീവ, ഒരു കാര്യം മാത്രം എനിക്ക് അറിഞ്ഞാൽ മതി. ആ പഴയ വാഗ തന്നെയാണോ നീ? അല്ല, ഞാനിപ്പോ സഖാവിന്റെ സഖിയ. വാഗയെ പോലെ എനിക്കിനി നോക്കി നിൽക്കാനാവില്ല. ഒരിക്കൽ ഞാൻ വിട്ടുകളഞ്ഞതാ. ഇനിയും എനിക്ക് നഷ്ടപ്പെടുത്താനാവില്ല. ഈ പ്രണയം കണ്ടില്ലെന്ന് നടിക്കാനും കഴിയില്ല. ഇനി ഞാനൊരു വാഗയല്ല, നിങ്ങളുടെ സഖിയ. ഈ സഖാവിന്റെ മാത്രം സഖി. മതി, അത് മാത്രം കേട്ടാ മതി. പക്ഷെ ഇപ്പോഴും ഒരു ചോദ്യം ബാക്കിയുണ്ട്. എന്താ തിരിച്ചു വരാണ്ടിരുന്നത്? ഈ കാലുകൾക്ക് ശേഷിയില്ലാത്തതുകൊണ്ടാ. നിന്റെ കാലിന്? സഖാവെ, നിങ്ങൾ എന്നെ പ്രണയിക്കുന്നതിനേക്കാൾ മുന്നേ നിങ്ങൾ 1000 തവണ പ്രണയിച്ചവനാ ഞാൻ. എന്റെ പ്രണയം നഷ്ടപ്പെട്ടു. ഒരിക്കലും എനിക്കിനി സ്വന്തമായില്ലെന്ന് മനസ്സിലായപ്പോ ഞാനൊരു കയ്യബദ്ധം ചെയ്തു. ഞാൻ ആത്മഹത്യക്ക് ശ്രമിച്ചു. 2ാം നിലയിൽ നിന്നെടുത്ത് ചാടി. പക്ഷെ ചത്തില്ല. കുറച്ചു കാലം കോമയെ കിടന്നു. പിന്നെ ഡോക്ടർ പറഞ്ഞു എനിക്കിനി അരയ്ക്ക് കീഴ്പോട്ട് നടക്കാനാവില്ല. ആ ഭാഗം തളർന്നു പോയിന്ന്. ഉപയോഗശേഷിയില്ലാത്ത ഈ കാലുകൾ വെച്ച് ഞാൻ എങ്ങനെ നിന്നെ തേടി വരാം? തോറ്റുപോയടാ ഞാൻ. എന്റെ പ്രണയായിരിക്കും വലുതെന്ന് ഞാൻ കരുതി. പക്ഷെ അല്ല, എന്നെ പോലെ സ്നേഹിക്കാൻ നീ മാത്രമേ ഉള്ളൂ. നീ എന്റെ പ്രണയ കാവ്യമാ. വായിക്കും തോറും എന്നെ ഉള്ളിലേക്ക് വലിച്ചെടുക്കുന്ന എന്റെ പ്രണയം.
അല്ല, എനിക്ക് മനസ്സിലാവാത്തത് നിങ്ങളും ജീവയും തമ്മിൽ എന്താ ബന്ധം? ചെറുതായിട്ട് ജീവൻ ഞങ്ങളുടെ ചാച്ചനായിട്ട് വരും. ഹാനേ, ജീവയുടെ അനിയത്തിയുടെ മക്കളാ ഞങ്ങള്. വാവ്, ദാറ്റ് വാസ് ഓസം. ഫൈനലി അവര് മീറ്റ് ചെയ്തല്ലോ, അത് തന്നെ ധാരാളം. അതെ, ഇനി സമാധാനായിട്ട് നമുക്കിവിടെ ജീവിക്കാം. ആരും എതിർക്കില്ല നമ്മളെ. നമ്മുടെ ചാച്ചനില്ല നമ്മുടെ കൂടെ, പിന്നെ അല്ലാതെ. എക്സ്ക്യൂസ് മീ. എന്താ മാഷേ? എനിക്ക് ഈ റോജയിലെ മാഷാണ്ട. ഓ, ഐ റെസ്പെക്ട് യു. ഏയ്, ഞാൻ പറഞ്ഞു തീർന്നില്ല. അതായത് റോജയിലെ മാഷിന് റോജനെ സ്വന്തമാക്കാൻ പറ്റിയില്ലല്ലോ. എനിക്കതുപോലെ നഷ്ടപ്പെടുത്തി കളയാൻ വേണ്ടിയല്ല നിന്നെ കൂടെ കൂട്ടേണ്ടത്. നീ എന്നും കൂടെ വേണം. അങ്ങനെയാണെങ്കിൽ ഏറ്റവും നല്ലത് നീ വരുണ്ട് ജ്യോതിയായിട്ടിരിക്കുന്നതിലാ. വരുണ്ട ജ്യോതിയോ? അതെങ്ങനെ? നീ വരുണ്ട ജ്യോതിയെ പോലെ തന്നെയല്ലേ? വേണ്ടിട്ടോ, എനിക്കിനി ശരിക്കും അറിയില്ല.